താങ്ക് യു. ബഹുമാനം നിറഞ്ഞ സ്റ്റേറ്റ് പ്രസിഡന്റ് അബ്ദുൽ ബാരി സാർ, സ്റ്റേറ്റ് സെക്രട്ടറി ബിനീഷ് കുമാർ സാർ, സ്റ്റേറ്റ് ട്രഷറർ രാജൻ മടവൂർ സാർ, സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിമാരായ രാജി മാഡം, സൂരജ് സാർ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് മുസ്തഫ സാർ, സ്റ്റേറ്റിലത്തെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാര്, ജില്ലാ സെക്രട്ടറിമാര്, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയിലത്തെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മെമ്പേഴ്സ്, കുറച്ചു നാളുകളായിട്ട് നമ്മളൊരു സൂം വെക്കണം എന്ന് തീരുമാനിച്ച് ഇന്നാണ് നമ്മളത് ചെയ്യാൻ അവസരം കിട്ടിയത്. എല്ലാവരും ഒരുപാട് ആശങ്കയിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി നമുക്കറിയാം. നമ്മുടെ HCRS മെമ്പർമാരല്ലാത്ത ആളുകളും നമ്മുടെ ഈ സൂമിൽ കയറിയിട്ടുണ്ട്. അവർക്കും പ്രത്യേകം തന്നെ സ്വാഗതം പറയുകയാണ്. എല്ലാവർക്കും കാര്യങ്ങൾ അറിയണം എന്നുള്ള ജിജ്ഞാസ ഉണ്ടാകുമല്ലോ, അവരും മനസ്സിലാക്കട്ടെ കാര്യങ്ങൾ. എന്താണ് നമ്മുടെ സൊസൈറ്റി? ഈ സൊസൈറ്റി രൂപീകരിക്കുവാൻ നമ്മൾ എന്തിനാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് എന്നുള്ളത് ചെറിയ ഒരു ലഘുരൂപത്തിൽ ഞാൻ പറയാം. നമ്മുടെ 2023 ഡിസംബർ മാസം 7-ാം തീയതി നമ്മുടെ കമ്പനി ഫ്രീസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ കമ്പനിയെ മറ്റുള്ളവരുടെ വ്യാജ പരാതിയെ തുടർന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം ഒരുപാട് നാൾ നമ്മൾ കേസിന്റെ പുറകെ എന്തു ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് നമ്മുടെ കേസിന് പരിസമാപ്തി വരാതെ ആയിരുന്നപ്പോൾ വിധി ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് ഈ തൃശൂർ സെഷൻസ് കോടതിയിൽ എല്ലാവരും പോയി കുറച്ചുപേർ വന്നിരുന്ന സമയത്താണ് നമ്മൾ എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ കോടതിയെ ധരിപ്പിക്കും, എങ്ങനെ അധികാരികളിലേക്ക് എത്തിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി. കുറച്ചുപേർ അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സൊസൈറ്റി നമ്മുടെ മുന്നിലേക്ക് രൂപീകരിക്കപ്പെട്ടത്. കാരണം ഹൈറിച്ച് എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സൊസൈറ്റി രൂപപ്പെടുത്തുന്നത്. സൗണ്ട് ഓക്കെ അല്ലേ സാറേ? അതെ മാഡം, ഓക്കെയാണ്. നമ്മൾ ആ സൊസൈറ്റി നമ്മൾ രൂപീകരിച്ച് നമുക്കൊരു പ്ലാറ്റ്ഫോം വന്നു നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും സംസാരിക്കുവാനുമായിട്ട്. അതിൽ നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ അബ്ദുൽ ബാരി കടാമ്പുഴ എന്ന് പറഞ്ഞ നമ്മുടെ സാർ പ്രസിഡന്റായി മാറുകയും എന്നും ഹൈറിച്ചിന് വേണ്ടി നിലകൊണ്ട് ഹൈറിച്ചിന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ മുൻതൂക്കമായി നിന്നുകൊണ്ടിരുന്ന നമ്മുടെ ബിനീഷ് സാർ സെക്രട്ടറിയായി മാറുകയും ആയിരുന്നു. നിങ്ങൾ ആരും ചിലപ്പോൾ ഈ ലീഡേഴ്സിനെ വലിയൊരു താരപദവിയോടുകൂടി കണ്ടിട്ടുണ്ടാകില്ല. എങ്കിലും ഇന്നത്തെ ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയിലത്തെ എല്ലാ മെമ്പർമാരെയും ഹൈറിച്ച് എന്ന പ്രസ്ഥാനത്തെയും എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് എന്ന് കരുതി മുന്നോട്ട് ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ളത് നിങ്ങളെ ഒന്ന് ക്ലിയറായി ഒന്ന് അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം 14 ജില്ലകളിൽ നമ്മളെല്ലാം നേരിട്ട് പോയി ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ജില്ലാ കളക്ടർമാരെ എല്ലാവരെയും അറിയിക്കുകയും നമ്മൾ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. 140 MLA-മാർക്കും നമ്മൾ നമ്മുടെ നിവേദനം സമർപ്പിച്ചു. നമ്മൾ ഇപ്പോൾ മണ്ഡലം കമ്മിറ്റികൾ നമ്മൾ രൂപീകരിച്ച് ഏതാണ്ട് തീരുമാനമായി ഇരിക്കുകയാണ്. നമ്മൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റി കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, സൊസൈറ്റി വന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നവരോട് ഒറ്റ വാക്ക് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നഷ്ടപ്പെട്ട തൊഴിലും വരുമാനവും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഞാൻ വലുതോ നീ വലുതോ എന്ന് നോക്കാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും ഒരുമിച്ച് നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനും നമ്മൾ എന്തൊക്കെ നമ്മളാൽ കഴിയും വിധം 16 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ച് ഒറ്റ തീരുമാനമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ കൂടി. വിമർശിക്കുന്നവർ പുറത്തുനിന്ന് വിമർശിക്കട്ടെ എന്ന് മാത്രമേ ഈ സമയത്ത് നമുക്ക് പറയാനുള്ളൂ. ഇനി എന്താണ് നമ്മുടെ സൊസൈറ്റി ഇത്രനാൾ നമുക്ക് ചെയ്തത്, ഇനി എന്താണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, എന്തിനാണ് നമ്മൾ ഇനി തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ടോ, എന്തൊക്കെയാണ് പല കിംവദന്തികൾ പുറത്തുനിന്ന് കേൾക്കുന്നതിന് നമ്മൾ എന്താണ് ഇനി അതിന് ആക്ഷൻ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായി നമ്മോട് സംസാരിക്കുവാനായിട്ട് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ബിനീഷ് കുമാർ സാർ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൈറിച്ച് ജനതയ്ക്ക് വേണ്ടി ചെയ്യാനും പ്രവർത്തിക്കാനും
എപ്പോഴും സന്നദ്ധനായ അദ്ദേഹത്തിന് ഹൈറിച്ച് ജനതയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തു തന്നെയായാലും നമ്മുടെ ഇതിന്റെ അറ്റം നമ്മൾക്ക് എന്തു തന്നെയായാലും സൊസൈറ്റിയിൽ കൂടി തന്നെ പ്രവർത്തിച്ച് ഹൈറിച്ചിന്റെ വിധി വരുന്നത് വരെ നമ്മൾ ഇതിന്റെ ഒപ്പം ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം ഇറങ്ങി തിരിച്ചിട്ടുള്ള ബിനീഷ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ബിനീഷ് കുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. താങ്ക് യു മാഡം. കേൾക്കാമല്ലോ അല്ലേ? നമ്മുടെ ഈ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ് നമ്മൾ മുളി മാഡം. വളരെ ഭംഗിയായിട്ട് ഈ കമ്പനിയെ പറ്റി വളരെ വിശദമായിട്ട് മാഡം പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഇന്ന് വളരെ വലിയൊരു പനി എന്താ പറയാ ശരിയാ കുടഞ്ഞ് വിറച്ച് കിടക്കുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു സൊസൈറ്റി ഒരു മീറ്റിംഗ് വെക്കണം, സൂം മീറ്റിംഗ് വെക്കണം എന്ന് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷെ ഞാൻ നോക്കിയില്ല, 2 പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. സത്യം പറഞ്ഞ ശരീരം മൊത്തം വളരെ വീക്കാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം വലുതാണെന്ന് ഉള്ളതുകൊണ്ട് നമ്മുടെ വൈയായികൊന്നും മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബാരി സാർ, ട്രഷറർ രാജൻ മഡോർ സാർ, അതോടൊപ്പം വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള മുളി മാഡം, മുസ്തഫ സാർ, ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ള രാജീവ് മാഡം, സൂരജ് സാർ, സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളെ, എല്ലാ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ കുന്തമനുകളായിട്ടുള്ള സ്നേഹമുള്ളവരെ, പെട്ടെന്നുള്ളൊരു തീരുമാനമാണ്. ഏകദേശം 731 പേരാണ് ഇപ്പോഴും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം ഇന്ന് ഉച്ചയ്ക്കാണ് പെട്ടെന്നൊരു തീരുമാനം നമുക്ക് ഒരു മീറ്റിംഗ് വെച്ചാലോ എന്നുള്ളൊരു എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങളെ അറിയിക്കണം. കാരണം ഈ സമയത്തും നമ്മൾ ഇതുപോലെ ഒരു പബ്ലിക് സൂം മീറ്റിംഗ് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമാണ്. കാരണം എല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോഴും വലിയ വലിയ ലീഡർമാരൊക്കെ ഉപേക്ഷിച്ച് പോയപ്പോഴും കുറച്ചാളുകൾ, മുളി മാഡം കൃത്യമായിട്ട് പറഞ്ഞു ഈ സൊസൈറ്റി എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന്. ഞാൻ ഒരുപാട് സമ്പത്ത് കിട്ടിയ ആളുകളൊന്നുമല്ല, എനിക്ക് ഒരുപാട് വരുമാനം കിട്ടിയെന്നൊക്കെ നമ്മുടെ ഏതോ ഒരു ഗ്രൂപ്പിലൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഒരു വരുമാനം കിട്ടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ കമ്പനിയുടെ ഒരു ബിസിനസ് ആശയം, ഈ സിസ്റ്റം ഒരുപാട് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് എന്ത് വില കൊടുത്തും ഈ ഒരു കമ്പനിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ ഇതിൽ മുന്നിട്ട് ഇറങ്ങിയത്. എല്ലാ കേസിലും നിരന്തരം കോടതിയിൽ പോയിക്കൊണ്ടിരുന്ന കുറച്ച് ആളുകളാണല്ലോ ഈ സൊസൈറ്റി രൂപീകരിച്ചത്. അതുകൊണ്ട് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, മാനേജ്മെന്റ് നല്ല രീതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മാഡത്തിന്റെ കൂടെ ഒക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി വേദനയോടെ പറയട്ടെ, നമ്മുടെ ന്യൂട്ടൻസിലോ നമ്മളോട് പറഞ്ഞു ഈ ഓണം നിങ്ങൾക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഈ ഓണം ആഘോഷിക്കാൻ സന്തോഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഒരു ചലഞ്ച് നടത്തി 14 ജില്ലാ കമ്മിറ്റികളോട് നമ്മൾ തീരുമാനം പറഞ്ഞു. ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തുള്ള ആളുകളോട് നിങ്ങളെ ജില്ലയിലുള്ള ഈ ഓണം ആഘോഷിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നമ്മളൊരു കിറ്റ് കൊടുക്കുന്ന രീതി നമ്മൾ അവലംബിക്കേണ്ടായി. ഏകദേശം 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയും പല ജില്ലകളും നല്ല രീതിയിൽ സഹകരിക്കുകയും സപ്പോർട്ട് നടക്കുകയൊക്കെ ചെയ്തു. അതിലൊക്കെ ഞാൻ എടുത്തു പറയേണ്ട 2-3 ജില്ലകളൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ വേണ്ടപ്പെട്ട ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഒരാൾ പോലും ഈ ഓണത്തിന് വിഷമിക്കരുത്, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നത്. ഏകദേശം നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് 50ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഏകദേശം 38ഓളം ആളുകൾക്ക് നമ്മൾ നമ്മുടെ സൊസൈറ്റി ലെറ്റപ്പാടിലെ ബാങ്കുകളിലേക്ക് നമ്മൾ അപേക്ഷ കൊടുത്തുകൊണ്ട് പല ബാങ്കുകളും സാവകാശം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സൊസൈറ്റിയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. 100% നമ്മുടെ കമ്പനി തിരിച്ചു വരുന്ന കാര്യം ഉറപ്പാണ്. ബൈ ചാൻസ് 1/2% ഈ കമ്പനി വരില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ വരാതിരിക്കട്ടെ, വരില്ല എന്നുണ്ടെങ്കിൽ ഈ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ സൊസൈറ്റി അവസാനം വരെ പോരാടുമെന്ന് നിങ്ങളോട് അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. കാരണം ഒരാളെ പോലും പണം നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ നമ്മുടെ കുറച്ച് നെഗറ്റീവുകാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് എവിടെയാണ്, വെബ്സൈറ്റ് കാണുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഒരുപാട് സങ്കീർണമായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചുകൂടി സുതാര്യമാക്കിക്കൊണ്ട് നമ്മൾ ഈ പേയ്മെന്റ് ഗേറ്റ്വേയുടെ ചെറിയൊരു തടസ്സം മാത്രമേ ഉള്ളൂ. 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ പുതിയ രീതിയിൽ ലോഞ്ചിങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള ആളുകൾക്കും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കറിയോ, നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് തൃശ്ശൂർ എന്നെ വിളിപ്പിച്ചു. ഇതിൻ്റെ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ എവിടെയാണെന്നും അഡ്രസ്സ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ വീടാണെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ഇതിന് മെമ്പർമാരെന്ന് ചോദിച്ചു. എല്ലാ കാര്യങ്ങളും 4 മണിക്കൂറോളം എടുത്തുകൊണ്ട് എല്ലാം വിശദമായി കൊടുത്തു.
അപ്പോൾ അതിനുശേഷം അവർ ഈ ലെറ്റർ റൂറൽ സ്റ്റേഷനായിട്ടുള്ള ചേർപ്പ് സ്റ്റേഷനിലേക്ക് കൊടുക്കുകയും അവിടെ ഏകദേശം 2.5 മണിക്കൂറോളം അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് അവർ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അഭിമാനം തോന്നുകയാണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഒരു തട്ടിപ്പ് കമ്പനി എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ ഹൈറിച്ച് ഇന്ന് തട്ടിപ്പ് കമ്പനി അല്ലാത്ത രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് സൊസൈറ്റിയുടെ ഒരു കഴിവ് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ മോളിമാഡം പറഞ്ഞു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറിനടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാർക്കും എല്ലാ എം എൽ എമാർക്കും ചീഫ് സെക്രട്ടറിക്കും DGP അടക്കം 14 ജില്ലാ കളക്ടർമാർക്ക് അടക്കം നമ്മൾ നിവേദനം കൊടുത്തു. ഞങ്ങളെ ആരും പറ്റിച്ചിട്ടില്ല. നമ്മൾ 14 ജില്ലകളിൽ മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരു ആൾക്ക് പോലും നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തോളം വരെ നമുക്ക് പേയ്മെന്റ് തരാതിരുന്നിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് ബോധിപ്പിക്കാൻ സാധിച്ചു. പക്ഷെ നമ്മുടെ ശത്രുക്കള് ഇപ്പോഴും നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രീരാം മേഡം രാത്രി പകലില്ലാതെ ഈ കമ്പനിക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. മേഡത്തിന്റെ കൂടെ നടക്കുന്നവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ നമ്മുടെ ന്യൂട്ടൻസോയും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളും കക്ഷി ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം കോടതിയിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മളൊരു സൂം വെച്ച് നമ്മൾ നിങ്ങളോടൊക്കെ സംസാരിച്ച കാര്യങ്ങളാണ്. നമ്മുടെ ബഹുമാനയുടെ ഭാര്യ സാറ് നമ്മുടെ ആവശ്യങ്ങൾ അവിടെ ചെറിയ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. വെറും 2 പേരാണ് അവിടെ കക്ഷി ചേർന്നത്. കേസ് ഞങ്ങളുടെ കമ്പനി വരുമാനം തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ബാക്കി 25ഓളം പേരുകളും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനും അടക്കം നമ്മളവിടെ നമ്മുടെ കമ്പനി തിരിച്ചു തരണം, ഞങ്ങളുടെ തൊഴിലും വരുമാനവും തിരിച്ചു തരണം എന്ന ലക്ഷ്യത്തോടെ നമ്മളവിടെ സംസാരിക്കുകയും അത് ജഡ്ജിക്ക് ബോധ്യമാകുകയും ജഡ്ജി അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതെല്ലാം ഭാര്യ സാർ നിങ്ങളെ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇന്നലെ തിരുവനന്തപുരം സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും നമ്മുടെ തൃശ്ശൂര് നമ്മുടെ അയ്യന്തോളുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഏതോ ഒരു വ്യക്തി, ആരാണെന്ന് അതിൽ എഴുതിയിട്ടില്ല, ഈ ഹൈറിച്ച് കമ്പനി അബ്ദുൽ ബാരി സാറിനെയും ബിനി സാറിനെയും രാജൻ മടൂർ സാറിനെയൊക്കെ വെച്ചുകൊണ്ട് പുതിയൊരു മണിച്ചെയിൻ തട്ടിപ്പുമായിട്ടാണ് ഈ സൊസൈറ്റി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊരു പരാതി വന്നു. സത്യം പറഞ്ഞാൽ ഒത്തിരി വേദന തോന്നി. കാരണം നമ്മൾ 5-6 മാസമായിട്ട് നമ്മൾ ഘോരം പ്രസംഗിക്കാൻ നമ്മൾ എന്താണ് സൊസൈറ്റി ലക്ഷ്യമെന്നും എന്താണ് നമ്മൾ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മളവിടെ അവതരിപ്പിച്ചിട്ട് പോലും നമ്മളെ വിടാതെ പിന്തുടരുന്ന ഏതോ ശക്തി നമുക്ക് വേണ്ടി അവിടെ നിരന്തരം നമുക്കെതിരെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ 5 മണിക്കൂർ, ഞാൻ 11 മണിക്ക് ചെന്നിട്ട് 4 മണി വരെ ഏകദേശം ഒരു 20 മിനിറ്റ് ഭക്ഷണം കഴിക്കാനാണ് അവരെടുത്തതല്ലാതെ ഈ DYSP അദ്ദേഹത്തിന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് തോന്നുന്നു. അദ്ദേഹത്തിന് ശ്രീനാ മേഡത്തിനെയും പ്രതാപൻ സാറിനെ അറിയാം. കാരണം അദ്ദേഹത്തിന്റെ വീട് എരവത്തൂരാണ്, പ്രതാപൻ സാറിന്റെ വീട് എരവിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബീച്ച് ഫെസ്റ്റിവലിന് സ്വാഗത സംഘം ഉദ്ഘാടനം ചെയ്തത് ഈ DYSP ആയിരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം. അപ്പൊ അദ്ദേഹം ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എന്നോട് ചോദിച്ചു. ഇതെന്താണ് നിങ്ങളുടെ കമ്പനിയുടെ ലക്ഷ്യം, എന്താണ് ഇതിൽ ബിസിനസ് എങ്ങനെ വരുമാനം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, സാറേ ഒരിക്കലും ഇതൊരു മണി ചെയിൻ അല്ല. മണി ചെയിൻ ആണെങ്കിൽ ഇത് ഈ 8 വർഷത്തോളം ഇവിടെ നിലനിൽക്കില്ല. കാരണം ഈ 247 കോടി രൂപ ഇപ്പോഴും ഇവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പൊ ഈ കമ്പനിയിൽ ബിസിനസ് നടക്കാതെ ഈ ഇത്രയും ആളുകൾക്ക് പൈസ, ഞാൻ ആലോചിച്ച് നോക്കുക, 16 ലക്ഷത്തോളം മദർ ഐഡികൾ ഉണ്ടെന്നാണ് ED പറയുന്നത്. ഇത്രയും ആളുകൾക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കുന്ന ഒരു കമ്പനിയിൽ 247 കോടി രൂപ ബാലൻസ് വരണമെങ്കിൽ ഈ കമ്പനി ബിസിനസ് നടക്കാതെ എങ്ങനെ അത് മാറ്റി വയ്ക്കാൻ പറ്റുക? പിന്നെ പറയുന്ന കാര്യം വിദേശത്തേക്ക് ഫണ്ട് കടത്തിന്ന് അമിത ലാഭം കൊടുക്കുന്നു എന്ന്. ആലോചിച്ച് നോക്കുക സ്നേഹമുള്ളവരെ, ഈ 8 വർഷത്തോളം അമിതമായ ലാഭം കൊടുക്കുന്ന ഒരു കമ്പനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? മണി ചെയിൻ കമ്പനികൾ എന്താ ചെയ്യുന്നത്? 100 രൂപയുടെ പ്രൊഡക്റ്റിന് 1000 രൂപ ഇട്ടുകൊണ്ട് ഈ 900 രൂപ വീതിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി കൃത്യമായിട്ട് മൾട്ടി പോയിന്റ് മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, കമ്പനി 2-3 വർഷം കമ്പനി നഷ്ടത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യരുത് സാറേ. ഈ 16 ലക്ഷം പേരിലേക്ക് ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ തന്നെ 7 ലക്ഷം പേര് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആണെന്നാണ് പ്രമോദ് പപ്പൻ എന്ന സിനിമ നിർമ്മാതാവ് പറഞ്ഞത്. അപ്പൊ ഈ 16 ലക്ഷം പേര് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മെഗാ ഹിറ്റ് ആണ്. മമ്മൂട്ടിയും മോഹൻലാലിന്റെ പടം വിജയിക്കാൻ കാരണം എന്തുകൊണ്ടാ? അവരുടെ ഫാൻസ് കയറി സിനിമ കാണുന്നതുകൊണ്ടാ. ഇതെല്ലാം ഞാൻ വിശദമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. പിന്നെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള അരി, പഞ്ചസാര, ചായപ്പൊടി വിലക്കുറവിൽ, അത് ഞാൻ പറഞ്ഞു, 23 ടൺ പഞ്ചസാരയാണ് ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത്. പഞ്ചാബിൽ 20 രൂപ 22 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ പഞ്ചസാര കിട്ടും. ഈ 23 ടൺ പഞ്ചസാര കേരളത്തിൽ വന്ന് നമ്മുടെ എല്ലാ ഫ്രാഞ്ചൈസികളിലേക്കും ഇറക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് 35 രൂപ അങ്ങനെ ചിലവ് വരുമെന്ന് വിചാരിക്കുക. ഈ 5 രൂപ ലാഭം എടുത്തുകൊണ്ട് 40 രൂപയ്ക്ക് നമ്മുടെ ഈ റിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പൈസ ഈ മറ്റേ പഞ്ചസാര വില കുറവിൽ കൊടുക്കാൻ പറ്റും. മറ്റു കടയിൽ 46-47 കൊടുക്കുന്ന പഞ്ചസാര 40 രൂപയ്ക്ക് നമ്മുടെ കടയിൽ കൊടുക്കുമ്പോൾ നമുക്ക് വില കുറവിൽ സാധനം കിട്ടുന്ന നമ്മുടെ ആളുകളോട് പോയി വാങ്ങും.
അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ 3 ടൈപ്പ് ജോയിനിങ് ആണ് ഉള്ളത്. ഒന്ന് ഫ്രീ ജോയിനിങ് ആണ്, പിന്നെ 800 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ചെയ്യാം, പിന്നെ 10,000 രൂപയുടെ റെഡീം കൂപ്പൺ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഫ്രീ മെമ്പർഷിപ്പ് എടുക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് അവർ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ വിലക്കുറവിൽ സാധനം കിട്ടും, വീട്ടിലെത്തിച്ചത് വീട്ടിൽ വന്ന ശേഷം പൈസ കൊടുത്താൽ മതി. 800 പ്രൊഡക്റ്റ് വാങ്ങി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ കമ്പനിയിൽ ഇപ്പോൾ നമ്മുടെ എൻ്റെ കൂടെ ഒരു 10,000 പേര് ഫ്രീ ഐഡി എടുത്തിട്ടോ അല്ലെങ്കിൽ 200 ഐഡി എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇവരിൽ നിന്ന് 1 രൂപ വെച്ച് കിട്ടിയാൽ തന്നെ എനിക്ക് ഏകദേശം 10,000 രൂപ വരുമാനം കിട്ടും, ഞാൻ പോലും അറിയാതെ. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രസൻസ് ഇല്ലാതെ നമുക്ക് വരുമാനം തരുന്ന ഒരു കമ്പനിയാണ്. മറ്റു കുത്തക കമ്പനികൾ വിദേശത്തേക്ക് ഫണ്ട് കടത്തുമ്പോൾ നമ്മുടെ കമ്പനി ഇവിടെ നമുക്ക് തന്നെ ആ വരുമാനം തിരിച്ചു തരികയാണെന്നും ഏകദേശം 25ഓളം ഈ വണ്ടികൾ നമ്മുടെ ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഈ സമയങ്ങളിലേക്ക് വാങ്ങി അതിന്റെ മറ്റേ എന്താ പറയാ ടാക്സ് ഇൻഷുറൻസ് ഒക്കെ കമ്പനിയാണ്. ഞങ്ങൾ എൻ്റെ അറിവിൽ 25ഓളം പേരുകൾ വണ്ടിയൊക്കെ വാങ്ങിയിരുന്നു. അപ്പൊ അത്രയും നല്ലൊരു കമ്പനീനെ ഏതോ ദുഷ്ടശക്തികൾ ഇതിവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ പലർക്കും ഇത് വലിയൊരു നഷ്ടമാണെന്നുള്ള ചിന്തയിലായിരിക്കാം ഇതിനെ പൂട്ടിക്കെട്ടാനായിട്ട് ഇവർ ശ്രമിച്ചത്. ഇതെല്ലാം വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ മൊഴിയെല്ലാം എഴുതി രേഖപ്പെടുത്തി കൃത്യമായിട്ട് അതിന്റെ കോപ്പി അടക്കം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു 150 കോടി രൂപ GST അടച്ചൊരു കമ്പനിയാണെന്നും എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതൊന്നും നിങ്ങൾ വെക്കണ്ട, അത് കമ്പനി അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങൾക്ക് എങ്ങനെ കമ്പനി വരുമാനം തന്നിരുന്നെന്നും ഇപ്പൊ എങ്ങനെ തരാൻ പറ്റാത്തതെന്നും ഇതിന്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയാൽ മതി. എന്തായാലും ഇത് ഞാൻ മുകളിലേക്ക് ഇത് കൊടുക്കും, എന്തായാലും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ വെച്ചിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇന്നലെ 5 മണിക്കൂറോളം സമയം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എനിക്ക് അവിടെ സംസാരിക്കാനും നമ്മുടെ ആശങ്കകളും ആകുലതകളും. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് പണ്ട് തട്ടിപ്പ് കമ്പനി എന്ന് പറയുന്നത് ഇപ്പൊ ആ പേരൊക്കെ മാറി എന്നുള്ളൊരു ചിന്ത. ഞങ്ങൾ പറഞ്ഞു സാറേ, ഞങ്ങളെ കളക്ടറേറ്റ് ചെന്നപ്പോൾ കളക്ടർ വരെ ഇരുന്നിട്ട് പറഞ്ഞു നിന്റെ കാശ് എത്ര പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കാശൊന്നും പോയിട്ടില്ല സാറേ, ഞാൻ റെഡീം കൂപ്പണാണ് വാങ്ങിയത്, ഇത് എത്ര വേണമെങ്കിൽ റെഡീം കൂപ്പൺ വാങ്ങി നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ചെറിയ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കളക്ടർ ഞങ്ങളോട് ചോദിച്ചു ഇത്രയും നല്ലൊരു കമ്പനീനെ പൊട്ടിക്കാൻ ആരെ ശ്രമിച്ചത്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഈ വത്സരത്തിലേക്ക് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു ഓക്കെ താങ്ക് യു, വളരെ സന്തോഷത്തോടെ എന്നെ അങ്ങനെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൊസൈറ്റി കൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഈ സൊസൈറ്റിനെ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ കളിയാക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാൻ സ്നേഹമുള്ള 12,000 പേരോളം ഏകദേശം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ഈ 12,000 പേരും ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ഈ കമ്പനിയെ നമ്മൾ ഇനി എന്തായാലും നമ്മുടെ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മെമ്പർഷിപ്പ് എന്തായാലും പരമാവധി കൂട്ടണം, നമ്മുടെ ശക്തി നമുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് 100% ഉറപ്പുണ്ട്. ഞാൻ വലിയ ലീഡർ ഒന്നുമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങൾ ചങ്കിത്തോടെ ഞാൻ പറയുന്നത് നമുക്ക് ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പരമാവധി നമ്മൾ ഒരുമിച്ച് ശ്രമിക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. പലർക്കും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകാം, അത് മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ പറയുന്ന നമ്മുടെ എന്താ പറയാ നമ്മുടെ ലീഡർമാർ പറയുന്ന അല്ലെങ്കിൽ സൊസൈറ്റി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഇന്ന് ഞാൻ പറയാം, ഇന്ന് നമ്മുടെ ഈ ലിങ്ക് ഇട്ടിട്ട് പോലും 812 പേരെ കേട്ടിട്ടുള്ളൂ. പലരും നിസ്സംഗതയിലാണ്, കാരണം പലരും വിഷമത്തിലാണ്. കഴിഞ്ഞ ദിവസം ഭാര്യ സാറിനെ ഒരു ലേഡി നമ്മുടെ ലെറ്റർപാഡിൽ ഒരു രോഗി സഹായം വെച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിട്ട് ചെറിയ സഹായം കിട്ടിയുള്ളെങ്കിലും ആ സഹായം അവർക്ക് കൊടുക്കാൻ സാധിച്ചു. അവർ വളരെ സന്തോഷത്തോടെ ഭാര്യ സാറിനെ വിളിച്ച് പറഞ്ഞു സാറേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് കിട്ടിയിട്ടുണ്ട്, സന്തോഷമുണ്ട്, എന്തായാലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത രീതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പ്രത്യേകം നന്ദി പറയണം, ഞാൻ ഗ്രൂപ്പിൽ ഇടാത്തത് വേറൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. വളരെ അപ്പൊ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ വ്യക്തികളുടെ സന്തോഷം കാണുമ്പോൾ നമ്മളൊന്നുമല്ലാത്ത ഈ സമയത്ത് പോലും നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ കിറ്റ് തന്നെ ഏകദേശം 100 മേലെ കിറ്റുകൾ നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് അർഹതപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഈ സൊസൈറ്റി നേരത്തെ ഭാര്യ സാർ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഒരു 10 രൂപ വെച്ച് ഒരു 10,000 പേര് എടുത്തു കഴിഞ്ഞാൽ തന്നെ 1,00,000 രൂപ ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഇന്ന് പലരും പല ജോലികളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു 10 രൂപ എടുക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. സത്യത്തിൽ ഞാൻ വളരെ വേദനയിലാണ്, കാരണം 1 രൂപ വരുമാനം ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കും ഞാൻ. എൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട്, 2-3 തവണ മുടങ്ങി, അവരെപ്പോൾ വേണമെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. പക്ഷേ ഈ ഓട്ടത്തിലെ കയ്യിൽ വേറെ ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല, എന്താ ചെയ്യുക. പക്ഷേ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ, എന്തായാലും നമ്മൾ ഇറങ്ങി അത് അറ്റം കണ്ടിട്ടേ നമ്മൾ തിരിച്ചു വരുള്ളൂ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഭാര്യ സാർ നിങ്ങളോട് പറയും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ
സാറിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ പുറത്ത് പലരും നമ്മളെ പരിഹസിക്കുന്നുണ്ട്, ബാരിക്കയുടെ പാൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഒരു കാര്യം മാത്രം, നിബന്ധനകൾ എന്തെല്ലാമാണ്, ഒരു ബൈലോ പ്രകാരം നമ്മൾ എന്തെല്ലാം ചെയ്യണം, ആ കൃത്യം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റി ലീഗലാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളോട് കൃത്യമായി ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി വിവരിച്ചു തരുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ സ്റ്റേറ്റ് പ്രസിഡന്റ് ബാരി സാർ വരികയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നറിയില്ല, എങ്കിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലെ ഓരോ അംഗങ്ങളും ഓട്ടത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മുടെ കുറച്ചു പേർ എറണാകുളത്ത് നമ്മുടെ സൊസൈറ്റിയുടെ വക്കീലിന്റെ അടുത്താണ്. അനിൽ സാർ ഉൾപ്പെടെയുള്ള കുറച്ചു പേർ, നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം എന്ന് വിചാരിക്കുന്നു അനിൽ സാറിനെയൊക്കെ. അപ്പോൾ ഒരുപാട് പേർ ഇപ്പോഴും പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കമ്പനിക്ക് വേണ്ടി, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി. അതിലെ ഏറ്റവും പ്രധാനിയാണ് നമ്മുടെ ബാരി സാറ്. ബാരി സാറിന്റെ അവസ്ഥ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇനി അധികം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്തെല്ലാം അസുഖങ്ങളായാലും വീട്ടിലത്തെ പ്രശ്നങ്ങളായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും എല്ലാം മാറ്റിവെച്ച് ഈ ഹൈറിച്ച് സൊസൈറ്റിക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച് നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ ബഹുമാനം നിറഞ്ഞ ബാരി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം അബ്ദുൾ ബാരി സാർ, പ്ലീസ്. ഹലോ, കേൾക്കുന്നുണ്ടാ മാഡം? കേൾക്കാം സാർ, കേൾക്കാം, പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞില്ല, ഒരുപാട് സമയം വൈകിപ്പോയി. എന്തായാലും പെട്ടെന്ന് വിളിച്ച ഒരു മീറ്റിങ്ങിൽ 800ഓളം ആളുകൾ ഏകദേശം ആയി. അത് ഒരു വലിയ വിജയം തന്നെയാണ്. നമ്മൾ ഓരോ ആളുകളും നമ്മളുടെ ഓരോ സൂം മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കാതോർത്തിരിക്കുകയാണ് എന്ന് മനസ്സിലായി. എന്നാലും ഇവരൊക്കെ ഈ ക്ഷണിക്കുന്ന നേരത്തും മറ്റൊക്കെ ബാരി സാറിന്റെ അവസ്ഥയും ബാരി സാറിന്റെ രോഗമൊക്കെ പറഞ്ഞിക്കാണ്ട് ഇന്നിപ്പോ ആൾക്കാരൊക്കെ വലിയ രോഗിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒന്നുമില്ല, ഇവര് അത് അങ്ങനെയൊക്കെ പറയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോണേ. എന്നെക്കാട്ടിലും പ്രയാസമുള്ള ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ എന്ന് പൂർണ്ണമായും ബോധ്യമുള്ളവനാണ് ഞാൻ. എന്നാലും നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു, അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് നമുക്കുള്ളത്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു സൂം മീറ്റിംഗ് വിളിക്കാനുള്ള ഒരു കാരണം, ഒരുപാട് ആളുകളിൽ ഒത്തിരി ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. അത് പല ആളുകളിലും പല രീതിയിലേക്ക് അത് കൺവെർട്ട് ചെയ്ത് പല ആളുകൾ പല രീതിയിൽ അത് വളച്ചൊടിച്ച് വർണ്ണിച്ച് ആകെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു രീതിയിലേക്ക് പോയപ്പോൾ എത്രയും പെട്ടെന്ന് HCRS എന്നുള്ള ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയെ വിശ്വസിച്ച് ആ സൊസൈറ്റിയുടെ കൂടെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് ആ ആശങ്ക തീർക്കേണ്ടതായ ബാധ്യത സൊസൈറ്റിക്കുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആശങ്കകൾക്ക് നമുക്കൊരു തീരുമാനമാക്കി കൊടുക്കുക. മറ്റേത് നമ്മളൊരു മാറ്റർ എന്തെങ്കിലും എഴുതി ഗ്രൂപ്പിലിട്ടാൽ അത് ആര് ചെയ്തു, അത് ആര് ഇട്ടു, ഒരു ഇൻഫർമേഷൻ ഒന്നും കറക്റ്റ് അല്ലാത്ത രീതിയിൽ അത് മാറിപ്പോകും. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും ഇപ്പോൾ ഒരു സൂം വെച്ചുകൊണ്ട് തന്നെ ക്ഷണിച്ചത്. ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഓണം ആഘോഷങ്ങളില്ലാത്ത ഓണമാണ്. എന്നിരുന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു വാക്ക് പണ്ട് നമ്മൾ കേട്ട് പഠിച്ചതുപോലെ ഈ ഉള്ള സന്തോഷം ഒരു ഓണമാകുമ്പോൾ ആ ഉള്ളത് കൊണ്ട് ഒരു സന്തോഷമാണല്ലോ വേണ്ടത്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ആദ്യമായിട്ട് ഞാൻ ഒരു ഓണാശംസ നൽകുകയാണ്. അതുപോലെ നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട്ടുപിരിഞ്ഞു പോയി, അവരുടെ ദുഃഖങ്ങളിലൊക്കെ നമ്മൾ പങ്കുചേരുകയാണ്. ഈ നിമിഷം നമ്മൾ അവരൊക്കെ ഓർത്തു പോവുകയാണ്. അവരുടെയൊക്കെ നമ്മളുടെ ഒരു വിജയം കാണാൻ അവരും നമ്മളെ കൂടെ ഉണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ മാനസിക സമ്മർദ്ദങ്ങളും മറ്റുമൊക്കെ പല രോഗങ്ങളും പല രീതിയിലായിട്ട് നമ്മളിൽ നിന്നും പിരിഞ്ഞു പോയി. ഇന്നലെ മിഞ്ഞാൻ നമ്മുടെ ജേക്കബ് അച്ചായൻ്റെ ഫാദർ പോയി. ഇങ്ങനെയൊക്കെ പല രീതിയിൽ അവരൊക്കെ സാധാരണയായി രോഗികളായിട്ട് കിടപ്പിലായിരുന്നെങ്കിലും നമ്മളുടെ സന്തോഷത്തിൽ പങ്കെടുക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഓണത്തിന് നമ്മളെ കൂട്ടത്തിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ഓണക്കിറ്റ് വിതരണം ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ഒരാശയം പറഞ്ഞപ്പോഴേക്കും എല്ലാ ജില്ലാ ഭാരവാഹികളും അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹികളും ആ ഒരു കാര്യത്തിന് വളരെ
സപ്പോർട്ടായിക്കൊണ്ട് തന്നെ ഏറ്റെടുക്കുകയും അത് ഏറ്റെടുത്തപ്പോൾ അതിന് ഇനി മറ്റൊരു ഫണ്ട് കണ്ടെത്തണ്ട, അതിലേക്ക് സംഭാവനകളായിട്ട് നമ്മൾ തരാൻ തയ്യാറ് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു കിറ്റ് എൻ്റെ വക എന്ന് പറഞ്ഞ് സൊസൈറ്റി അറിയിക്കുകയും ആ ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് 100ന്റെ മുകളിൽ വീടുകളിലേക്ക് നമുക്ക് ഈ ഓണത്തിന് ആ കിറ്റ് എത്തിക്കാൻ സാധിച്ചു. അതിൽ കൂടുതൽ കുറെ ജില്ലകൾ അത് കൊടുത്തു കഴിഞ്ഞു. ചില ജില്ലകൾ നാളെ മറ്റന്നാളുമായിട്ട് അത് പൂർത്തിയാക്കും. അത് പുതിയ ലിസ്റ്റ് നമ്മൾ എടുക്കണില്ല, കാരണം നമ്മൾ അതിനൊരു ഒരു ബഡ്ജറ്റ് കണ്ടു, ആളുകളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ ഉൾപ്പെടാത്ത ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട് എന്ന് എനിക്കറിയാം. എല്ലാവർക്കും കൂടി നമുക്ക് സാധിക്കാത്തത് കൊണ്ടും നമ്മളെ പരിമിതികൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഈ ഉള്ളതിൽ പൊരുത്തപ്പെടുക. പിന്നെ സഹകരിച്ച ആളുകളോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, ഞാൻ എപ്പോഴും പറയും, ഭാരവാഹികളാവുക എന്ന് പറയുമ്പോൾ സ്ഥാനമാനങ്ങൾക്കും ഭാരവാഹിത്വം ഏറ്റെടുക്കാനും പല ആളുകൾക്കും പെട്ടെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ ഭാരവാഹി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഭാരം വഹിക്കുന്നവരാവണം, അല്ലാതെ നമ്മളുടെ ഭാരം മറ്റുള്ളവരെ ചുമലിലേക്ക് വെച്ച് കെട്ടലല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മളുടെ എല്ലാ കാര്യത്തിലും സഹകരിച്ചു പോരുന്നുണ്ട്. എന്നാൽ എല്ലാ ജില്ലാ കമ്മിറ്റിക്കാരോടും മണ്ഡലം കമ്മിറ്റിക്കാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റൊരു ബിസിനസ് അല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഹൈറിച്ച് എന്ന ആ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് അവർക്ക് വരുമാനം തൊഴിലും നഷ്ടപ്പെട്ട് സാമ്പത്തികവും മാനസികവുമായ പ്രയാസം അനുഭവിക്കുന്ന അവർക്ക് ഒരു തണലായി താങ്ങായിട്ട് മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് സൊസൈറ്റി രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ മണ്ഡലത്തിലുള്ള നമ്മളെ വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് ശാന്തമായ വാക്കുകൾ പറഞ്ഞു പഠിപ്പിക്കണം, അത് പറഞ്ഞു കൊടുക്കണം, കൂടെ നിർത്തണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അത് നമ്മളെ ബാധ്യതയാണ്. അല്ലാതെ കുറെ ആളുകളെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് ഒരു ഗ്രൂപ്പിലിട്ടിട്ട് അതിന് ലോക്കാക്കി ഗ്രൂപ്പ് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അഡ്മിൻ ഓൺലി ഒക്കെ ആക്കിയിട്ടാൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യമുള്ളത്? അവർക്ക് എന്താണ് പിന്നെ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് കാര്യമുള്ളത്? അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. ആരെങ്കിലും ഏതെങ്കിലും മെമ്പർഷിപ്പ് എടുത്ത ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. നമുക്ക് പറ്റാത്ത രീതിയിൽ നമ്മളെ കാര്യങ്ങളും നമ്മളെ ആശയത്തിനോട് യോജിക്കാത്ത ആരെങ്കിലും അതിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് എമൗണ്ട് കൊടുത്ത് ഒഴിവാക്കി വിടുക. അല്ലാതെ അത് ഒരാൾക്ക് വേണ്ടിയൊന്നും നിങ്ങളെ പൂട്ടിക്കെട്ടി വെക്കരുത് എന്നുള്ള ഒരു അപേക്ഷ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മറ്റൊരു കാര്യം, പിന്നെ നമ്മളെ വെബ്സൈറ്റിന്റെ കാര്യത്തിൽ പല ആളുകളും പറയുന്നുണ്ട് വെബ്സൈറ്റ് മുക്കി പോയി തട്ടിപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഒരു അപ്ഡേഷൻ നമ്മൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു അപ്ഡേഷനിലേക്ക് പോയി അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മളിലേക്ക് വെബ്സൈറ്റ് തിരിച്ച് ക്ലിയർ ആയിട്ട് വരും എന്നുള്ളതും കൂടി. ഒരു 2-3 ദിവസത്തെ ഒരു ഡിലേ കൂടി മാത്രമേ അതിലുള്ളൂ. അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മളെ ഈ മാനുവലി മെമ്പർഷിപ്പ് എടുത്ത എല്ലാവരെയും അതിലേക്ക് എൻട്രി ചെയ്ത് കയറ്റി കൊണ്ടുവരാണ്ട്, അപ്പോഴേ നമുക്ക് ടോട്ടൽ കൗണ്ടൊക്കെ എത്രയും പെട്ടെന്ന് ആര് നോക്കിയാലും കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളെ മെമ്പർഷിപ്പ് എത്രയെന്ന് ചോദിച്ചാൽ ഓരോ ജില്ലയിലാണ് കണക്കുകൾ കിട്ടുന്നത്. നേരെ മറിച്ച് അതൊക്കെ നമ്മളെ ഈ വെബ്സൈറ്റിലേക്ക് എല്ലാം എൻ്റർ ചെയ്ത് വരുമ്പോൾ ഒറ്റ ക്ലിക്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റി കൊണ്ടുവരികയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ മെയിനായിട്ട് എന്തിനാണ് ഈ സൂം വിളിച്ചത്? ഇവിടെ സെറ്റിൽമെന്റ്, FIR ഇട്ട ആളുകൾക്ക് സെറ്റിൽമെന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം വന്നു. എല്ലാവർക്കും അത് അറിയാം അല്ലെ? അതിനെക്കുറിച്ച് പല ആശങ്കകളും നമ്മളുടെ ഗ്രൂപ്പുകളിലും ജനങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ട്. അതൊന്ന് ആ ആശങ്കയെ പരിഹരിക്കാൻ വേണ്ടി അതിന്റെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ ഒരു കോള് വിളിച്ചിട്ടുള്ളത്. നമ്മൾ കേസുകൾ കൃത്യമായി മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാനേജ്മെന്റിന്റെ കൂടെ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ സഹകരിച്ച് നിൽക്കുന്നവരൊക്കെ അതുപോലെ രാവും പകലും ഉറക്കൊഴിച്ച് ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട ലീഗൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഗൽ കാര്യത്തിലല്ല, നമ്മളെ കമ്മ്യൂണിറ്റിന്റെ പ്രശ്നങ്ങളിലുള്ള വിഷയങ്ങളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് നടന്നു പോവാം. ഇതിന്റെ ഇടയിൽ ഇവിടെ എന്ത് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു നിർദ്ദേശമാണ്. 67 FIRകളുണ്ട്. ഈ FIR ഇട്ടവരുമായി നിങ്ങളൊന്ന് സംസാരിക്കുക. അവരായിട്ട് നിങ്ങൾ ഒരു സെറ്റിൽമെന്റ് ചെയ്യും പുറത്തു വെച്ചിട്ട്. കമ്പനീന്റെ അടുത്ത് കാശ് കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യാൻ ഈ കമ്പനീന്റെ കയ്യിൽ കാശില്ല എന്ന് കൃത്യമായിട്ട് അറിയുന്ന കോടതിയാണ് ഈ നിർദ്ദേശം വെച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം നിങ്ങൾ പൈസ കൊടുത്ത് തീരുമാനാക്കി എന്നുള്ളതല്ല. ഇവിടെ പല FIRകളും പല രീതിയിലാണ്. ഇപ്പൊ ഒരാൾ ഈ കമ്പനിയെ പൂട്ടിക്കാൻ കൊടുത്ത FIR, അവർക്ക് പൈസ കൊടുത്താലും അവൻ പിൻവലിക്കാൻ തയ്യാറല്ല. അങ്ങനത്തെ FIRകളാണോ
കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിൻവലിക്കുമോ എന്നുള്ള കാര്യങ്ങളെ ഡീറ്റെയിലുകളും മറ്റൊക്കെ കോടതിയുടെ മുന്നിലെത്തിക്കുക. കോടതിക്ക് കൃത്യമായിട്ട് അറിയാം കമ്പനി പൂട്ടിയതിന് ശേഷം വന്ന FIRകളാണ് ഇത് എന്ന് കൃത്യമറിയാം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഈ FIRകൾ വന്നു കഴിഞ്ഞാൽ അത് കാശ് കിട്ടാനുള്ള ഒരു കണക്ക് പറഞ്ഞുകൊണ്ടാണല്ലോ ഒരു FIR വരുന്നത്. അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ള ഒരു കാര്യമെങ്കിലും അവരായിട്ടൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ പല കാര്യം ചിന്തിക്കണം. ഇതിന്റെ മുമ്പ് മറ്റൊരു ബെഞ്ചിൽ നമുക്കൊരു കേസ് നടക്കുന്നുണ്ട്. 3 FIRകളാണ് ഈ കമ്പനി പൂട്ടാൻ കാരണമായിട്ട് വന്നിട്ടുള്ളത്. മെയിനായിട്ട് വത്സൻ കൊടുത്തിട്ടുള്ള ഒരു കേസ്, വത്സൻ ഈ കമ്പനിയിൽ ആരുമല്ല, പുറത്തുനിന്ന് വെറുത്ത ഒരു പരാതി. എന്താണ് പരാതി? ഇതൊരു മണി ചെയിനാണ് നടക്കുന്നത്. എന്നാൽ കൃത്യമായിട്ടും GST ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് ബിസിനസ് നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു FIRനെ കോഷ് ചെയ്ത് ഒഴിവാക്കണം. കാരണം അത് കമ്പനിക്കെതിരെ അനാവശ്യമായി കൊടുത്ത FIR ആണ് എന്നുള്ളത് രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ തെളിവുകൾ കൊടുത്തു കഴിഞ്ഞതാണ്. രണ്ടാമത് 32 റുപ്യോളം കൊടുത്ത ഒരാൾ അതിലേറെ എമൗണ്ട് വാങ്ങിയ ആൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കൊടുത്ത കേസാണ്. ആ കേസിനും അതിലേറെ എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് 1600 റുപ്യക്ക് ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങി 10 എണ്ണം, അത് എവിടെ ലിസ്റ്റ് ചെയ്യാത്ത ക്രിപ്റ്റോ തന്ന് പറ്റിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത കേസാണ്. അതും കൃത്യമായി 4-5 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും $2 $10 വരെ വാല്യൂ എത്തിയിട്ടുണ്ടായിരുന്നു എന്നും അതും കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതാണ്. ഏത് രീതിയിലാണെങ്കിലും ഈ 3 FIRകളും നമ്മൾക്ക് കമ്പനിക്കെതിരെ വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ആ FIRകൾ കാരണമാണ് ഈ കമ്പനി ഇങ്ങനെ ആയതെന്നും ആ FIRകൾ കാരണമാണ് ബാക്കിയുള്ള ഈ FIRകൾ കടന്നു വന്നത് എന്നുള്ളതും കൃത്യമായിട്ടും കോടതിയെ അഡ്വക്കേറ്റ് ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ FIR നിലനിൽക്കുവോ, ആ FIR കോശായി പോവോ എന്നുള്ള ഒരു ജഡ്ജിമെന്റ് കോടതി വായിക്കാൻ കിടക്കുക. അത് ഇതുവരെ ജഡ്ജിമെന്റ് പറഞ്ഞിട്ടില്ല. ജഡ്ജിമെന്റ് പറയാത്തതിന്റെ കാരണം എന്താണെന്നുള്ളത് ജഡ്ജിമെന്റ് കോടതിക്ക് അറിയുള്ളൂ. എന്തായാലും അത് ജഡ്ജിമെന്റ് പറയുന്നതിന് മുമ്പ് മറ്റൊരു ബെഞ്ചിൽ നിങ്ങൾ ഈ 67 ആളുകൾ കാര്യത്തിൽ ഒരു തീരുമാനമാക്കൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ജഡ്ജിമെന്റ് ഇവിടെ പറയാതെ കിടക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു പക്ഷേ ഈ 3 FIRകളും കോശായിട്ട് പോവാന്ന് വെക്കുക, ഈ 67 FIRന് ഒരു വാല്യൂ ഉണ്ടാവില്ല. കാരണം ഈ 3 FIRന്റെ കാരണത്താൽ വന്ന FIRകൾ, അപ്പൊ അതൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ ഈ വാല്യൂ ഇല്ലാതായിട്ട് FIR ഇട്ട ആളുകൾക്ക് ഒരു ഫണ്ടും കിട്ടാതെ അവര് പോവോ എന്നുള്ളൊരു ആശങ്ക ഒരു പക്ഷേ കോടതിക്ക് ഉണ്ടായിട്ടാവാം നിങ്ങൾ ആ ജഡ്ജിമെന്റ് വരുന്നതിന് മുമ്പേ ഈ ആളുകളായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക. അപ്പോ FIR ഇട്ട ആളുകൾ ആ ഒരു സെറ്റിൽമെന്റിലേക്ക് പോയി കമ്പനിയായിട്ട് സഹകരിച്ചു കൊണ്ട് തന്നെ അവിടെ ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കോടതി മുമ്പാകെ അറിയിക്കുന്നതോടുകൂടി അവർക്കും ഫണ്ട് കിട്ടാനുള്ള ഒരു എളുപ്പമാകും. നേരെ മറിച്ച് അത് കോശമായി പോയാൽ ഒരു പക്ഷേ അവർ പിന്നീട് ഈ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് FIR ഇട്ട ആളുകൾക്കും FIR ഇടാതെ കമ്പനി തിരിച്ചു വരാൻ വേണ്ടി പ്രതീക്ഷിച്ചു നിൽക്കുന്നവർക്കും ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. കാരണം FIR ഇട്ടവരെ പ്രശ്നം സോൾവ് ആക്കുന്നതോടുകൂടി FIR ഇടാത്തവരെ കമ്പനി തിരിച്ചു തരാ എന്നുള്ള ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു FIR ഇടണ്ട, നിങ്ങൾക്കൊക്കെ പൈസ കിട്ടണമെങ്കിൽ കമ്പനി വന്നാൽ കമ്പനി തിരിച്ചു തരും, അല്ലെങ്കിൽ കമ്പനി വരാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്, ബഡ്സിലേക്ക് വരികയാണെങ്കിലോ കൃത്യമായിട്ടും ഡാറ്റ ഉള്ള ഒരു കമ്പനിയാണ്, കൃത്യമായ ഡാറ്റ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും വാങ്ങി വെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ ആരൊക്കെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ആർക്കൊക്കെ ഫണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഡാറ്റ പ്രകാരം ആ ഫണ്ടും നമ്മളിലേക്ക് എത്തും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ പ്രശ്നമാക്കണ്ട. പക്ഷെ അത് കേൾക്കാതെ 67 ആളും FIR ഇട്ടത് കൊണ്ടാണ് ഈ 67 ആൾക്കും പൈസ കിട്ടാതെ പോയത്. കാരണം ഈ ഒരു രീതിയിലേക്ക് നീണ്ട് കേസുകൾ പോണത് ഈ FIR ഉണ്ടായത് കൊണ്ടാണെന്നുള്ളത് കോടതി ആ FIR ഇട്ടവരോട് സംസാരിക്കുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഓല ആദ്യം അത് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്നോ കമ്പനി തന്നെ അത് തിരിച്ചു വന്ന് കമ്പനി അത് കൊടുത്തിരുന്നു. കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ല ഇപ്പൊ വിഷയം. ഇപ്പൊ 67 FIR ആണ് വിഷയം, അല്ലേ? അപ്പൊ 67 FIR വരുന്നതിന് മുമ്പേ ഈ കമ്പനി പൂട്ടിയത് കാര്യമായിട്ട് കമ്പനിക്ക് ദോഷങ്ങളൊന്നും കണ്ടെത്താതെ തന്നെയാണ്. അപ്പോ ഈ കേസ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ എന്നോ കിട്ടിപ്പോന്നീനെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അത് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്,
അത് കമ്പനിന്റെ ഉത്തരവാദിത്തത്തിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയും മാനേജ്മെന്റും വക്കീലന്മാരും കൂടി FIR ഇട്ടവരുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് ഗ്രൂപ്പില്. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വന്ന 4 ആളുകൾ കമ്പനിക്ക് ഓൾറെഡി കേസ് കൊടുത്ത ആളുകളായപ്പോ കമ്പനിക്ക് എതിരെ കേസ് കൊടുത്തവർക്ക് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല എന്ന് പറയലും അവരത് വിഡ്രോ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അവര് ബഹുമാനപ്പെട്ട നമ്മളെ വക്കീലം ഓഫീസിൽ പോയിട്ട് അവരത് വിഡ്രോവൽ ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് ഒപ്പിട്ട് കൊടുത്തും ചെയ്തു, മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു. അപ്പൊ അത്തരം ആളുകളൊക്കെ സൊസൈറ്റിയും ബന്ധപ്പെട്ട് അത് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് കൃത്യമായിട്ടും ആ ഒരു കാര്യത്തിന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഓൾറെഡി എന്തായാലും പറയല്ലോ, നിങ്ങളത് പിൻവലിക്കൂ, ജഡ്ജ്മെന്റ് ആണ്, അല്ലെ ജഡ്ജി പറഞ്ഞതാണ്, ജഡ്ജ്മെന്റ് ഇല്ലെങ്കിലും ജഡ്ജി പറഞ്ഞതാണ്, നിങ്ങൾ അത് പിൻവലിക്കൂ, നിങ്ങൾക്ക് ഫണ്ട് കിട്ടാനും ഞങ്ങൾ ആളുകൾക്ക് ഫണ്ട് കൊടുക്കാനും ഒക്കെ കമ്പനി തുറന്നേ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം ഞങ്ങളെ കാര്യം ക്ലിയർ ആവാൻ നിങ്ങൾ സഹകരിച്ചേ പറ്റൂ. ഇത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും സുറീന മേഡം അവിടെ ടൈപ്പ് ചെയ്തിടുമ്പോ, അവിടെ വോയിസ് വിടുമ്പോ അതെല്ലാം എടുത്ത് മറ്റു ഗ്രൂപ്പുകളിലേക്ക് ചിന്നി വെതറി വിടുക. ഇത് മറ്റുള്ള ആളുകളിലേക്ക് FIR ഇട്ടവർക്ക് പൈസ കൊടുക്കുക. അപ്പൊ പിന്നെ നമ്മൾ FIR ഇടാതെ പൊട്ടന്മാരമായി നിന്നെ നമ്മൾ തനി പൊട്ടന്മാരായില്ലേ, ഞങ്ങളെ കാശിന് വില ഇല്ലേ, അപ്പൊ നമുക്കും FIR ആണ്ട് ഇട്ടൂടായിന്നാ. എന്തപ്പോ നമുക്കൊരു FIR ആണ്ട് ഇട്ടാൽ? ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തിനാൽ ഉണ്ടായി വന്നത്. സത്യത്തിൽ ആ ആളുകളെ കോടതിയിൽ പോയിട്ട് അവരെ കാര്യം പറയേണ്ട ഒരു വാദം ഉള്ളൂ. അവിടെ പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യുക എന്നൊരു വാക്ക് കോടതി പറഞ്ഞിട്ടില്ല. നമ്മളെ കമ്പനിയും അവർക്ക് പൈസ ഒന്നും കൊടുക്കണില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരും വേണ്ട. പക്ഷെ ഇവർക്കുള്ള ഫണ്ട് കോടതിക്കൊരു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കമ്പനിന്റെ ഫണ്ടുകളുടെ ഇൻട്രസ്റ്റ് ഒന്ന് എടുത്താലും ഇവരെ പൈസ സോൾവ് ചെയ്യാൻ കോടതിക്ക് പറ്റുന്നതുകൊണ്ടാണ് ആ എമൗണ്ട് എത്രയാണ്, എന്താണ് പ്രശ്നം എന്ന് കോടതിയിൽ ലിസ്റ്റ് കൊടുക്കേണ്ട ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് അത് കോടതിയിൽ നിന്ന് പോയിക്കോളും. നമ്മളെ സംബന്ധിച്ച് കമ്പനി അവിടെ കാശ് കൊടുത്തല്ല സെറ്റിൽ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇനി മറ്റൊരു വിഷയം, FIR ഇട്ടവർക്ക് അങ്ങനെ കാശ് കോടതിയിൽ നിന്നാണെങ്കിലും കിട്ടുകയാണെങ്കിൽ FIR ഇടാതെ കമ്പനിനെ വിശ്വസിച്ച് നിന്ന നമ്മളെ കാര്യം എന്താവും? നമുക്കെന്താ ഫണ്ട് വേണ്ടേ? ഞങ്ങൾക്ക് കാശല്ലേ? ഈ ഒരു തോന്നലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ കമ്പനി ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന ആ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ ഫസ്റ്റ് തന്നെ നമ്മളെ ഫ്രീസിങ് നടക്കണ്. അതിന്റെ ശേഷം 10 ദിവസത്തിന്റെ ഉള്ളിൽ പ്രതാപൻ സാറും ഞങ്ങൾ ചർച്ച ചെയ്തപ്പോ പ്രതാപൻ സാർ പറഞ്ഞ ഒരു കാര്യം ഇവിടെ നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ വാക്കുകളൊക്കെ ആണ്ടുകൂടും വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകും. അതുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പ്രതാപൻ സാറ് ഞങ്ങളേക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഹൈറിച്ച് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചിട്ടില്ല. ഹൈറിച്ച് കമ്പനി ഡെപ്പോസിറ്റ് ആയിട്ടല്ല എന്ത് വാങ്ങിയിട്ടുള്ളത്, റെഡീം കൂപ്പൺ വിറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഈ ഫണ്ട് റിട്ടേൺ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ. അപ്പോ ഇൻവെസ്റ്റ്മെന്റ് അല്ലാത്ത റെഡീം കൂപ്പൺ പർച്ചേസ് ചെയ്ത് അതിന്റെ പൂളിംഗത്തിലൂടെ ബെനിഫിറ്റ് മാത്രം കിട്ടുമ്പോ ആ ഒരു സംഗതിയിലേക്ക് ഫണ്ട് റീഫണ്ട് കൊടുക്കേണ്ട ആവശ്യം കമ്പനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, എന്നാൽ എന്താണ് ഇതിന്റെ പ്ലാൻ എന്നോ എന്താണ് കമ്പനി ഉദ്ദേശിച്ചതെന്നോ മനസ്സിലാകാതെ ജനങ്ങളിലേക്ക് പ്ലാൻ അവതരിപ്പിച്ച ലീഡേഴ്സിൽ വന്ന ഫാൾട്ട് കാരണം അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ലീഡേഴ്സ് ആയാലും ആരാണെങ്കിലും കമ്പനി വന്ന ഒരു പ്ലാൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ഒരുപാട് വേരിയേഷൻ വന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. കമ്പനിന്റെ ഏത് രേഖ എടുത്തു നോക്കിയാലും, കമ്പനിന്റെ ഏത് പ്ലാൻ എടുത്തു നോക്കിയാലും നിങ്ങളെ കയ്യുമുള്ള വള വിറ്റുകൊണ്ട് ഒരു റെഡീം കൂപ്പൺ വാങ്ങണം എന്ന് കമ്പനി പ്ലാനിൽ പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ. ഗോൾഡ് വിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല, ലോൺ എടുക്കണം എന്ന് കമ്പനി പറഞ്ഞിട്ടില്ല. കമ്പനി വളരെ ബൃഹത്തായിട്ടുള്ള നല്ല ഒരു ആശയം ഇവിടെ കൊണ്ടുവന്നു. ഈ ആശയത്തിലേക്ക് റെഡീം കൂപ്പൺ വിൽക്കുന്നവരുടെ പ്രോഫിറ്റിന് വേണ്ടി പല ആളുകളോടും ഒരു പക്ഷേ നിങ്ങൾ ആ ഗോൾഡ് വിറ്റിട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ ഇത് കമ്പനിന്റെ തെറ്റല്ലല്ലോ. കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഞാൻ പോലും എന്തിവിടെ ഇന്ന് പറഞ്ഞാലും അത് കമ്പനിന്റെ കാര്യമല്ല, ഞാൻ കമ്പനിന്റെ ആരുമല്ല. അപ്പൊ കമ്പനി എന്ത് പറഞ്ഞു, കമ്പനിന്റെ പ്ലാൻ എന്ത് വന്നു, കമ്പനി എന്താണ് ആ പ്ലാൻ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ കമ്പനിന്റെ കയ്യിലുണ്ട്.
അപ്പോ അതിനെ പറഞ്ഞ് അവതരിപ്പിച്ച ഭാഗത്ത് ആർക്കെങ്കിലും ഒരു മിസ്റ്റേക്കായി തോന്നി, ഞാൻ ഈ റെഡി കൂപ്പൺ വാങ്ങുന്ന ഫണ്ട് റീഫണ്ട് ആണ് എന്ന് ഞാൻ ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾ കൃത്യം മനസ്സിലാക്കണം. ഞാൻ ഒന്നും കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. റെഡി കൂപ്പൺ എടുത്ത ആളുകൾ ഡെപ്പോസിറ്റ് അല്ലാത്തത് കൊണ്ട് റീഫണ്ട് കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇതിനെ തെറ്റിദ്ധരിച്ച് ഇതിന്റെ പ്ലാൻ എങ്ങനെ എന്ന് മനസ്സിലാക്കാതെ ഇത് റീഫണ്ട് ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫണ്ടുകൾ തിരിച്ചു കൊടുക്കാൻ കമ്പനി തയ്യാറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആർക്ക് വേണമെങ്കിലും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നാളെ മറ്റന്നാളോ 10 ദിവസത്തിന്റെ ഉള്ളിലോ അക്കൗണ്ട് ഓപ്പൺ ആവും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു ഗൂഗിൾ ഷീറ്റ് രംഗത്തിറക്കി. നിങ്ങൾക്ക് ഫണ്ട് തിരിച്ചു വേണ്ടവർക്ക് ഇതിലേക്ക് നിങ്ങൾ എമൗണ്ടും കാര്യങ്ങളും പറഞ്ഞ് പേരും അഡ്രസ്സും എഴുതിയിടാം, അത് കമ്പനി തിരിച്ചു തരും. അപ്പൊ അത് തുറക്കാനുള്ള ഒരു അവസരം വരാത്തത് കൊണ്ട് അത് കൊടുക്കൽ നടന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം മുന്നക്കൂട്ടിയെ നമ്മളെ കമ്പനി തിരിച്ചു തരാൻ തയ്യാറാണ് എന്ന് നമ്മളോടും പറഞ്ഞ ഒരു കമ്പനി, അത് ചെയ്ത് കാണിച്ചു തന്ന ഒരു MD, നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും, നിങ്ങൾ തെറ്റിദ്ധരിച്ചു വന്നവർക്കും ഞാൻ തിരിച്ചു തരും. അത് കമ്പനിക്ക് തിരിച്ചു തരുന്നിടത്ത് ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ റെഡി കൂപ്പണ് നിങ്ങൾക്ക് തിരിച്ചു തരണം വേണം, എനിക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമുള്ളവരെ അത് തിരിച്ചെടുത്തിട്ട് അതിനെ അവരിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടായാലും കമ്പനിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ മുൻകൂട്ടിയെ നമ്മളെ FIR ഇടാതെ തന്നെ നിങ്ങളെ ഫണ്ട് തിരിച്ചു തരാൻ തയ്യാറായി എന്നുള്ളതാണ് കമ്പനി ചെയ്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ശ്രീന മേഡത്തിനായിട്ട് സംസാരിച്ചിരുന്നു. FIR ഇട്ട ആളുകളുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ FIR ഇടാത്ത ആളുകൾക്ക് മാനസികമായിട്ടും ഞങ്ങളെ ഫണ്ട് കിട്ടൂലേ എന്നൊരു തോന്നലുണ്ടാവാം. അതുകൊണ്ട് സൊസൈറ്റിയെ വിശ്വസിച്ച് സൊസൈറ്റിയിലേക്ക് കടന്നു വന്ന് ആരിലേക്കും ആ ഫണ്ട് അവർക്ക് ഈ കമ്പനിയായിട്ട് സഹകരിച്ചു പോവാൻ ഇനി താല്പര്യമില്ലാത്തവരാണെങ്കിൽ, കമ്പനി എപ്പോഴാണോ പിന്നെ ഈ FIR ഇട്ട ആളുകളെ പ്രശ്നം കോടതിയിൽ നിന്ന് സോൾവ് ചെയ്യണേ, അത് സോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ തീരുമാനം വരുമല്ലോ. ഈ തീരുമാനം നമ്മൾക്ക് വരുമ്പോൾ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത് വന്ന് ഓരോ ആളുകൾക്കും കിട്ടാനുള്ള ഫണ്ട് എത്രയാണോ കമ്പനിയിൽ തുടർന്ന് പോരാൻ താല്പര്യമില്ലാത്ത ആളുകളുടെ ആ ഫണ്ട് കമ്പനി വാങ്ങിത്തരാ എന്നുള്ള ഒരു ഉത്തരവാദിത്തം സൊസൈറ്റിക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ തെക്ക് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, സൊസൈറ്റി കാശ് തരാം എന്നല്ല, സൊസൈറ്റി നിങ്ങളിൽ ഒരുവരാണ്. സൊസൈറ്റി എന്ന് പറഞ്ഞത് വേറൊരു സാധനമൊന്നുമല്ല. പക്ഷെ കമ്പനി വെച്ച ആ ഒരു ഓപ്ഷൻ അത് നമ്മൾക്ക് കമ്പനി ചെയ്തു തരുമെന്ന ഒരു ഉറപ്പ് നമുക്കുണ്ട്. അപ്പോ അസോസിയേറ്റ് ചെയ്ത് പോവാനുള്ള താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് കമ്പനി തന്നെ ആ ഫണ്ട് അവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതിന് മുമ്പേ ആ കാശ് തിരിച്ചു തരും എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് നമ്മൾ ആ ഉറപ്പ് തരികയാണ്. കാരണം അത് വാങ്ങിത്തരാൻ പറ്റണില്ലെങ്കിൽ പിന്നെ എന്തിനു സൊസൈറ്റി? 200 രൂപ തന്ന് നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തവർക്ക് മറ്റൊരു FIR ഇടാതെ തന്നെ ആ കാശ് വാങ്ങിക്കിട്ടുക. ഇനി കമ്പനി വരാനേ പോകുന്നില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു, FIR ഇട്ടവർക്ക് മാത്രമേ ഫണ്ട് കിട്ടുന്നുള്ളൂങ്കിലോ 200 റുപ്യ വെച്ച് തന്ന ഓരോ വ്യക്തിക്കും വേണ്ടിയാണ് കമ്പനി സൊസൈറ്റി കക്ഷി ചേർന്നിട്ടുള്ളത്. ആ കക്ഷി ചേർന്ന് നമ്മൾ ലീഗലി പോവേണ്ടതായിട്ട് വരും. ഞങ്ങൾ എത്ര ആളുകൾ എമൗണ്ട് ഉണ്ട്, ആ രീതിയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഓടണ്ടല്ലോ. ആ ഓരോരുത്തരും ഓടാതിരിക്കാനല്ലേ ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാക്കിയത്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മ്യൂണിറ്റിന്റെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയല്ലേ, അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോ എന്തിന് നിങ്ങൾ മറ്റുള്ള ആളുകളെ വോയിസും മറ്റുള്ള ആളുകളെ ചാറ്റും കണ്ടിട്ട് നിങ്ങൾ ആശങ്കപ്പെടണം? അപ്പൊ ഇവിടെ കമ്പനി ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറയുമ്പോൾ ആർക്കൊക്കെ സഹകരിക്കാൻ ഈ കമ്പനിയിൽ സഹകരിക്കാൻ താല്പര്യമില്ലേ, ആ സഹകരിക്കാൻ താല്പര്യമില്ലാത്ത ആർക്കും അവർ വാങ്ങിയതിന്റെ നിങ്ങൾ എനിക്ക് 100 റുപ്യ തരാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കമ്പനിയിൽ നിന്ന് ഡാറ്റ പരിശോധിച്ച് കൃത്യമായിട്ടും നിങ്ങൾക്ക് ബാലൻസ് തരാനുള്ള എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കമ്പനിയിൽ നിന്നൊക്കെ വാങ്ങി തന്നു. എല്ലാവരും പിരിഞ്ഞു പോയിട്ട് ബാലൻസ് ഉള്ള ആ കടഞ്ഞെടുത്ത കുറഞ്ഞ ആളുകൾ മതി ഈ കമ്പനി ഈ കൺസെപ്റ്റ് വിജയിപ്പിച്ചു കൊണ്ടുപോവാൻ. ഒരുപാട് പണിട്ട് കളിക്കാതെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നമ്മളെ കൺസെപ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോ ഇത്തരം ഈ വലിയ വലിയ ബെനിഫിറ്റ് ഇപ്പൊ 10 ഇരട്ടി കിട്ടും 15 ഇരട്ടി കിട്ടും തന്നെ പല ആളുകളും സംസാരിച്ച വീഡിയോസും മറ്റൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അവിടെ ആ കൺസെപ്റ്റിന് കിട്ടും എന്നുള്ളതാ. അങ്ങനത്തെ കൺസെപ്റ്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ അതില്
നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ 2 ദിവസം കഴിയട്ടെ, നമ്മളെ പിന്നെ വെബ്സൈറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ വെക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ പേയ്മെന്റ് റിക്വസ്റ്റിന് ഒരു ഓപ്ഷൻ വെച്ചിട്ട് അവിടെ നിങ്ങളെ പേര്, നിങ്ങളെ പിന്നെ മൊബൈൽ നമ്പർ, കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അവിടെ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള എത്ര റെഡി കൂപ്പൺ വാങ്ങി വെച്ചിട്ട് ആ എമൗണ്ട് എത്രയാണോ, നിങ്ങൾക്കത് എത്ര കിട്ടി, ബാലൻസ് എനിക്ക് ഇത്രയാണ് കിട്ടാനുള്ളത്. അപ്പോൾ അത് തുടർന്ന് പോകാൻ താല്പര്യമില്ലാത്തവർ മാത്രമേ അത് ഫില്ല് ചെയ്യേണ്ടുള്ളൂ. അല്ലാത്തവരൊന്നും ഫില്ല് ചെയ്യേണ്ട. കമ്പനി വന്നു കഴിഞ്ഞാൽ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് അതുപോലെ തന്നെ ബിസിനസ്സിലൂടെ ചെയ്തു പോകും. ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് FIR ഇട്ടവർക്ക് മാത്രമേ കാശ് കിട്ടുള്ളൂ, ഞങ്ങളൊക്കെ പൊട്ടന്മാരായില്ലേ എന്നുള്ള ഒരു ആശങ്ക ആർക്കും വേണ്ട. നമ്മൾ കമ്പനി ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും കൂടിയുള്ള ഫണ്ട് വാങ്ങിത്തരാ എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ മുൻപിൽ നിന്ന് നടത്തും. ഓക്കെ, അത് ആ രീതി അല്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് നമ്മൾ അത് ചെയ്യും. അത് ചെയ്യണമല്ലോ, അതിനാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോ എന്താണ് സൊസൈറ്റി എന്നും സൊസൈറ്റിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളതും കുറച്ചെങ്കിലും ആൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആണ്ട. നമ്മളെ മാനേജ്മെന്റ് ഈ ഈ FIR ഇട്ടവരെ കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിലോ, പാവങ്ങള് ഒരു കമ്പനിക്ക് എതിരായിട്ടോ കമ്പനിയെ നശിപ്പിക്കണം എന്നുള്ള നിലക്കോ ഒന്നുമല്ല. ഒരുപാട് ആളുകൾ FIR ഇട്ടാലേ കാശ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം FIR ഇട്ട കുറെ ആളുകളാണ്. അവരൊക്കെ തയ്യാറാണ്, ഞങ്ങളെ കാശ് കിട്ടിയാൽ മതി, ഞങ്ങളെ ബാലൻസ് കിട്ടിയാൽ മതി, ഞങ്ങളത് പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞോലേ ഉള്ളൂ. കാരണം ആരും കമ്പനിയെ പീഡിപ്പിച്ചതോ കമ്പനിയെ പൂട്ടിക്കാനോ അല്ല FIR അല്ല ഈ ശേഷം വന്ന FIRകളൊന്നും. അത് നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളെ മറ്റുള്ള ആളുകളുടെ ചതിക്കുഴിയിൽ അവർ വീണുപോയതാ. ഇനിയുള്ള ആളുകളെങ്കിലും അത് വീഴാതെ നിൽക്കുക. കാരണം നമ്മൾ ഒരു എൻഡിലേക്ക് എത്തി, എല്ലാവരും കൂടി. പിന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു കാര്യം വെക്കാം, ഇത്രയും ആളുകൾ നമ്മളെ സൊസൈറ്റിയിൽ ഉള്ള ആളുകളുണ്ട്, അവർക്കും വേണം ഫണ്ട് എന്ന് വേണമെങ്കിൽ കോടതിയിൽ തന്നെ ബോധിപ്പിക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞെന്താ, ഇത്രയും ആളുകൾ കമ്പനി തിരിച്ചു വന്നാൽ മതി എന്നുള്ളതും 67 FIR കമ്പനിക്ക് എതിരായിട്ട് നിൽക്കുന്നവരുമാണ്. അപ്പൊ കോടതിയിൽ ഇത്രയും ആളുകളെ ഫണ്ട് കൂടി പറയുമ്പോൾ ഇത് ഇനി വെയിറ്റ് ചെയ്താൽ ഇനി ഒരുപാട് FIR വരുമെന്ന് കരുതൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ എപ്പോഴാണ് ആ ഓപ്ഷൻ സ്റ്റാർട്ട് ആവുന്നത്, നമുക്കൊരു അനുകൂലമായിട്ട് തിരിച്ച് ഓപ്പൺ ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ കാര്യത്തിലേക്ക് നമ്മൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അത് ബദാവൻ സാറായാലും ശ്രീന മേഡായാലും ആ ആളുകൾക്കുള്ള ഫണ്ട് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ്, തരാനും തയ്യാറാണ്. അവർക്ക് ആർക്കും ഒരു പിടിവാശില്ല. കാരണം ഈ മാനേജ്മെന്റ് ഈ ജനങ്ങളെ ഫണ്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു മാനേജ്മെന്റിനെ നമ്മൾ എവിടെ കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓരോ കമ്പനികൾ ഇവിടെ നാട്ടിൽ നിന്ന് പൂട്ടിപ്പോയി അല്ലേ? പൂട്ടിപ്പോയിട്ടും ഈ ജനങ്ങൾക്ക് ഈ പൈസ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കി കേസ് നടത്തി പോരുന്ന ഒരു മാനേജ്മെന്റ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോ ഇപ്പോഴും ഈ സഹകരിച്ചു കൊണ്ട് കേസിന് വേണ്ടിയിട്ട് കാശും ചെലവാക്കി നമ്മളെ പൈസക്കും നമ്മളെ തൊഴിലും തിരിച്ചു തരാൻ കേസ് നടത്തുന്ന മാനേജ്മെന്റ് ഇപ്പോഴും കള്ളന്മാരും തട്ടിപ്പുകാരും ഒരു വിവരമില്ലാതെ ഇട്ടെറിഞ്ഞു പോയ ആൾക്കാരൊക്കെ ശുദ്ധന്മാരും. അങ്ങനെ കോടികൾ പോയ കമ്പനികളൊക്കെ പൂട്ടിപ്പോയി. അവരൊക്കെ നല്ല മാന്യന്മാര്. ഇതെങ്ങനെയെങ്കിലും നമ്മളിലേക്ക് എത്തിച്ച് നമ്മളെ ഫണ്ട് തിരിച്ചു തരണമെന്ന് ചിന്തിക്കുന്നവരെ പറ്റിയാണ് ഇപ്പോഴും ഇത്. അപ്പൊ മറ്റുള്ള ആളുകളുടെ ഗ്രൂപ്പിലുള്ള വോയിസുകളും കാര്യങ്ങളും നിങ്ങൾ ആരും ഷെയർ ചെയ്യണ്ട. ഇനി മറ്റൊരു കാര്യം, ഒരു ഫേസ്ബുക്ക് പിന്നെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ഓർക്ക് ഇങ്ങനെ തോന്നിയത് അവിടെ ഇങ്ങനെ ഇടുക കുറെ ആളുകൾ. ഐറിച്ചിന്റെ പേരിലാണ് ഗ്രൂപ്പ് കിടക്കുന്നത്. കൃത്യമായ ലീഗൽ നടപടി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിലുള്ള ഓരോ അഡ്മിനും അതിൽ നിന്ന് ഓരോ പോസ്റ്റ് ഇടുന്നവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളതായ ഗ്രൂപ്പിൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന കമ്പനിന്റെ പേര് വെച്ചിട്ട് നിങ്ങൾ അവിടെ പറയുന്ന ഓരോ കാര്യവും ചിലപ്പം കോടതി അലക്ഷ്യമാകാം, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളാവാം. ഇത് കമ്പനിയെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിന്റെ ഡാറ്റാസ് പോയിട്ടുണ്ട്. ഇനി പോസ്റ്റ് ഇടുന്നോട് ശ്രദ്ധിച്ചോളി. കാരണം ഒരു രീതിയിലൂടെ അല്ലെങ്കിൽ ഒരു രീതിയിലൂടെ നിങ്ങളും നമ്മളൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ബുദ്ധിമുട്ടരുത് എന്നുള്ളതൊക്കെയുള്ള റിക്വസ്റ്റാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളി. അപ്പോ അവിടെ ഇട്ടുകാണ്ട് ഈ അമ്മാനം ആടുമ്പോൾ ഇതൊക്കെ പിന്നെ എന്താണ് ഈ കമ്പനി ചെയ്ത തെറ്റ് എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടി തരാതെ വെറുതെ കിടന്നിട്ട് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി കളിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആളുകളൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വിഷയം. അപ്പോ ആർക്കും ഒന്ന് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്നും ഞാൻ കരുതുന്നു. ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഈ കാര്യങ്ങൾ ഇതാക്കട്ട. പിന്നെ
പിന്നെ ശ്രീന മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പോസ്റ്റർ ഒരു പോസ്റ്റർ നെഗറ്റീവ് ഗ്രൂപ്പിൽ അവിടെ അറിയാതെ വന്നുപോയി. അറിയാതെ വിട്ടേക്കെ തന്നെ അത് എന്ത് ചെയ്തു, സ്ക്രീൻഷോട്ട് എടുത്തു. അതിലുണ്ട് അടിയിൽ എഴുതിയിട്ട് സെറ്റിൽഡ്, ഒരാളെ പേരിൽ സെറ്റിൽഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തു, സെറ്റിൽഡ് ചെയ്തു എന്നുള്ള ഒരു കിംവദന്തി ഇവിടെ പരത്തി. ആ കൃത്യമായിട്ടും സെറ്റിൽഡ് ആണ് എന്ന് എഴുതിയിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള ആ വ്യക്തി സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുത്തു എന്ന് ഞാനിപ്പോ പറഞ്ഞ 4 ആളുകള്, നമ്മളെ സൂരജ് സാറ് ഒരുപാട് ദിവസങ്ങളായിട്ട് ഓടിയിട്ട് ഇത്തരം ആളുകളൊക്കെ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഓടിക്കളിച്ച് റെഡിയാക്കി പിന്നെ വക്കീലിന്റെ അടുത്ത് വരെ എത്തിച്ച് അവരെ കൊണ്ട് എഗ്രിമെന്റ് എഴുതിപ്പിച്ചു. ഈ കമ്പനി തിരിച്ചു വന്നാൽ ഞങ്ങളുടെ പൈസ അപ്പൊ തന്നാ മതി എന്ന് പറഞ്ഞിട്ട് വിഡ്രോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് എഴുതി കൊടുത്തു. അതോടുകൂടി അവര് സെറ്റിൽഡ് ആയില്ലേ? അതിന് കാശ് കൊടുത്തു എന്നാണ് അർത്ഥം. ആ വ്യക്തി സെറ്റിൽഡ് എന്ന് മാഡം അവിടെ നോട്ട് ചെയ്തിരുന്നു. അത് ഈ രീതിയിലുള്ള എഗ്രിമെന്റ് ആണ് എഴുതിയിട്ടുള്ളത്. അത് നമ്മളൊക്കെ കണ്ട എഗ്രിമെന്റുമാണ്. അതുകൊണ്ട് തന്നെ പൈസ കൊടുത്തു എന്നുള്ള എഗ്രിമെന്റ് ഇല്ല. പിന്നെ വളരെ ചുരുക്കം 1-2 പേര് മാത്രം ഈ ഒരു കോടതി പറഞ്ഞ ഈ കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് കോടതി അലക്ഷ്യമായിട്ട് തന്നെ വോയിസ് വിട്ടുകൊണ്ടും ഒക്കെ പോകുന്നുണ്ട്. അവരുടെ കാര്യം മറ്റുള്ള ഇത് ഒക്കെ തീരുമാനമാവുമ്പോൾ അവരുടെ എന്താവുമെന്ന് എനിക്കറിയില്ല. അത് കോടതിയിൽ വെച്ച് കാണാം. അല്ലാതെ കമ്പനിയിൽ നിന്ന് അവർക്ക് പൈസ ഒന്നും കിട്ടാനില്ല എന്നുള്ളതുമാണ് നമുക്കറിയാൻ പറ്റിയത്. അവർ കൂടുതൽ പൈസയാണ് കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അവർക്കാണ് ഈ സെറ്റിൽമെന്റിലേക്ക് പോകാൻ മടി. കാരണം അവർക്ക് കാശ് കിട്ടിയിട്ട് കാര്യമില്ല, കാശ് കിട്ടാനില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. വേറെ അപ്ഡേഷൻ ആയിട്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട. നമുക്ക് ഏതുവരെ കൊടുത്തും ഈ കമ്പനി തിരിച്ചു വന്നേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി ഇപ്പൊ നല്ലൊരു ലെവലിലൂടെ പോണ്. ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചിന്തിച്ചൂടെ, കമ്പനിന്റെ എനിക്ക് വലിയ തെറ്റുള്ള ഒരു കാര്യത്തെ 60 FIR കാര്യം മാത്രം തീരുമാനാക്കാൻ പറയണ്ടല്ലോ. അത് തീരുമാനിക്കേണ്ട കോടതിയല്ലേ. ആട് പൂട്ടിക്കെട്ടിയിട്ട് ആ ആൾക്കാരെ പൈസ കൊടുത്താൽ പോലെ. അപ്പോ കമ്പനിന്റെ പ്രവർത്തനങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ ഇത്രയും ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് പിന്നെ ആശങ്കകളൊക്കെ ഒഴിവാക്കി വളരെയധികം സജീവമായിട്ട് മാനേജ്മെന്റിന്റെ കൂടെ, നമ്മളെ ഈ മാനേജ്മെന്റിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കമ്പനിന്റെ പിന്നെ സ്റ്റാർട്ടിങ് വരെ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നേറ്റ് പോയി ഇതിനെ തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആശങ്കകളും ഇനിയിപ്പോ മെമ്പർഷിപ്പ് എടുക്കാത്തോ ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിക്കണ്ട. പിന്നെ നേരിട്ട് ഒരു പക്ഷേ കമ്പനിക്ക് മാനേജ്മെന്റിന് നേരിട്ട് റിക്വസ്റ്റ് കൊടുത്തോളൂ. FIR ഇടാൻ പോകുന്നു വേണ്ട. FIR ഇട്ടുകാണ്ട് ഉള്ളതും കൂടി നിങ്ങൾ ആരും കേടുവരുത്തണ്ട. ഞാൻ മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് അപ്പം എന്ത് ചെയ്യുന്നത് ടെൻഷൻ വേണ്ട. നിങ്ങൾക്കൊരു പക്ഷേ എന്ത് ചെയ്യാം, നേരിട്ട് മാനേജ്മെന്റിൽ പോയിട്ട് നിങ്ങൾ ചെയ്താളി. അതല്ല നിങ്ങൾക്ക് സൊസൈറ്റിയെ വിശ്വാസമുണ്ടോ, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തോളൂ, നിങ്ങൾക്ക് ഈ കൂടെ നിൽക്കാം. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയാനും ഞാൻ തയ്യാറില്ല. ഉള്ള ആളുകളെ വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പോ സത്യം പറഞ്ഞ നേരത്തെ മിനി സാർ പറഞ്ഞ പോലെ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇന്റേതായ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അതിന്റെ പ്രവർത്തനമായിട്ടൊന്ന് കുറച്ച് ദിവസം വർക്ക് നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോ 1-2 ആള് പറഞ്ഞു, ഭാരത് സാർ എങ്ങളിപ്പോ ഇറങ്ങരുത്. അപ്പൊ ഞാൻ എന്താ സത്യത്തിൽ ചെയ്യാം? ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നെറ്റ്വർക്ക് അല്ലാത്ത അവനാന്റെ ഏർപ്പാടെങ്കിലും ചെയ്യാൻ നോക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കുറച്ച് ദിവസം കൂടി നമ്മൾ നോക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ക്ലിയർ ആവും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ഈ ഇത്രയും സമയം നമ്മളുടെ ഈ മീറ്റിംഗ് ശ്രവിച്ചു നിന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്റേതായ നന്ദി, വൈൻഡപ്പ് ചെയ്യുന്ന നന്ദി കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഏറ്റവും അർഹതപ്പെട്ട ഭാരവാഹികൾ തന്നെ നമ്മുടെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും തന്നെയാണ് നമ്മുടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയിൽ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞ കാര്യം തന്നെയാണ്. എങ്കിലും ഏറ്റവും നല്ല വാക്കുകൾക്ക് നമുക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോ നമ്മുടെ കേസിന്റെ ആയാലും സൊസൈറ്റിയുടെ ആയാലും അപ്ഡേഷനും വിവരങ്ങളും നമുക്ക് കൃത്യമായി തന്നതിന് ഏറ്റവും നല്ല ഭാഷയിൽ ബാരി സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ബാരി സാർ, താങ്ക് യു. ഇപ്പോ നമ്മുടെ ഫേസ്ബുക്കിന്റെ ഒരു പേജ് ബാരിക്ക പറഞ്ഞല്ലോ, ഒരു ഫേസ്ബുക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പേരുള്ള ഒരു ഫേസ്ബുക്കിലാണ് ഈ അനാവശ്യ കമന്റുകൾ കൊണ്ടുവരുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് നാണല്ലേ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം
നമ്മൾ ഇപ്പൊ ദൈവികമായി വിചാരിക്കുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്നത്. ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കീഴിൽ വന്ന് അവർ അനാവശ്യ കമന്റുകൾ ഇട്ടിട്ട് അവര് അതിന് റീച്ച് കൂട്ടി കാര്യങ്ങൾ ചെയ്തിട്ട് വല്ല കാര്യം അവർക്ക് ഉണ്ടാവും? അതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഇന്ന് ഈ സൂമിൽ നമ്മൾ സംസാരിച്ച പല കാര്യങ്ങളും, ബാരി സാറായാലും ബിനീഷ് സാറായാലും സംസാരിച്ച പല കാര്യങ്ങളും ഉറ്റുനോക്കിയിരുന്ന് നാളെ വേറെ അർത്ഥങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിലേക്ക് മറ്റു പല ഗ്രൂപ്പുകളിലേക്കും പുറത്ത് ഇടാനായിട്ട് കാത്തിരിക്കുന്നവർ നമ്മുടെ ഈ സൂമിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മൾ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, നമ്മുടെ സൊസൈറ്റിയുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ സൊസൈറ്റി ഭാരവാഹികൾ എല്ലാവരും ഉണ്ട്. അവര് അതിന്റെ കൃത്യമായി നമ്മുടെ ലീഗൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് കൃത്യമായി കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ അറിയിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ഭാരവാഹികൾ ആരെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അപ്ഡേഷൻ നിങ്ങൾക്ക് തരും. 2, 3, 4 പേർ, കുറച്ചധികം പേർ ഓരോ ആശങ്കകൾ വിളിച്ചു പറയുമ്പോഴാണ് നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവരെ, നിങ്ങളുടെ കീഴിലുള്ളവരെ ഇങ്ങനെ പബ്ലിക് സൂം അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരെയും ഇതിൽ കൊണ്ടുവന്ന് കയറ്റിയാൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് സമാധാനം ഉണ്ടാവുമെന്ന് തോന്നുകയാണ്. ഇനി നമ്മുടെ സൊസൈറ്റിയിലത്തെ നമ്മുടെ ഈ 23 പേരും ഒരുപാട് ഓട്ടത്തിൽ തന്നെയാണ്, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും എന്നൊക്കെ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ സമയത്തും എല്ലാവരും വീട്ടിലെത്തിയിട്ടില്ല. നമ്മുടെ അനീഷ് സാറും മറ്റു പലരൊക്കെ നമ്മുടെ ഇപ്പോ വക്കീലിനെ കണ്ടിപ്പോ വീട്ടിലെത്തിയിട്ടുള്ളൂ എന്നാണ് അറിഞ്ഞത്. അദ്ദേഹമാണ് നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വരുന്നത്. അനീഷ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ കൂടുതൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ലെങ്കിലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും സൈബർ പോരാളി എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ അനീഷ് സാറിന്റെ പ്രകടനം വരുന്നത്. നമുക്കെതിരെ, സൊസൈറ്റിക്കെതിരെ, സൊസൈറ്റിയിലെ ഒരു അംഗത്തിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവർക്ക് അതിനുള്ള മറുപടി കൊടുത്തതിന് ശേഷമേ അനീഷ് സാറ് വെറുതെ ഇരിക്കുള്ളൂ. അതേ രീതിയിലാണ്. കാരണം അത്ര ആത്മാർത്ഥതയിൽ തന്നെയാണ് നമ്മുടെ ഓരോ മെമ്പേഴ്സും, ഓരോ സൊസൈറ്റി കമ്മിറ്റി അംഗങ്ങളും ഈ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഹൈറിച്ചിന്റെ ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ ബിനുമാരാർ സാറിനെ കുറിച്ചിട്ടായാലും, നമ്മുടെ രാജി മേഡം ആയാലും, നമ്മുടെ ഇതിൽ കുറച്ചധികം പേരുണ്ട്, നമ്മുടെ രാജം മടവൂർ സാറായാലും, നമുക്ക് എല്ലാവരും സൂരജ് സാറിനെ എടുത്ത് പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിലേക്ക്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഗ്രൂപ്പിലും എന്തെല്ലാം ആശങ്കകൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അതിലേക്ക് ഇറങ്ങിത്തിരിച്ച് അതിന് കൃത്യമായ ഉത്തരങ്ങൾ തന്ന് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് നമ്മുടെ സൂരജ് സാറ്. ഈ സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് മുൻനിരയിൽ നിന്നിട്ടുള്ള ആള് തന്നെയാണ് അദ്ദേഹം. ഇനി നമ്മുടെ മുന്നിലേക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിനും നമ്മുടെ സൊസൈറ്റിയിലെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനുമായി ഏറ്റവും സ്നേഹപൂർവ്വം അനീഷ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായ അനീഷ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു മാഡം. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ബാരി സാർ, സെക്രട്ടറി ബിനീഷ് സാർ, സ്റ്റേറ്റ് ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, SCRSന്റെ ഫാമിലി മെമ്പേഴ്സ്, വളരെ സന്തോഷമുണ്ട്. ഏകദേശം 3 മണിക്കൂർ മുന്നേ ഔട്ട് ചെയ്തൊരു സൂമില് 800-ൽ മേലെ നമ്മളെ ഹൈറിച്ചിലെ മെമ്പേഴ്സും SCRSന്റെ മെമ്പേഴ്സും പങ്കെടുത്തത്. അതായത് 2 വർഷമാകുന്നു ഈ ഒരു കമ്പനി പ്രതിസന്ധിയിലായിട്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്പനി അതിന്റെ ഒരു തകർച്ച എന്ന് നമുക്ക് ഹൈറിച്ചിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്ന, പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലോ. പക്ഷെ ആ ഒരു കമ്പനിയിൽ, അങ്ങനെ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു പക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി. പലപ്പോഴും നമ്മളെ തകർക്കാൻ പല രീതിയിലും നമ്മളെ എതിരാളികള് ശക്തമാണെന്ന് അറിഞ്ഞിട്ടും അതിനെതിരെ പടപ്പൊരുതിക്കൊണ്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നമ്മളെ CEO സീനമ, പിന്നെ കേസ് നടത്തുന്ന അജിത്ത്, രജു, അത് ന്യൂട്ടൻസോ വക്കീൽ, സൊസൈറ്റി മെമ്പേഴ്സ്, സൊസൈറ്റിയുടെ അഡ്വക്കേറ്റ് ശ്രീഹരി സാറ്, എല്ലാവരെയും നമ്മൾ ഈ ഒരു സമയത്ത് അവരെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയണം. കാരണം നമ്മൾ ഏകദേശം വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കെതിരെ എങ്ങനെയൊക്കെ പുതിയ പുതിയ കളികൾ കളിക്കാൻ പറ്റുമോ അതൊക്കെ അവര്, ഈ ആവനാഴിയിലെ അവസാനത്തെ അടവുകളും 18 അടവുകളും പയറ്റി തെളിയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് 18ാമത്തെ അടവ് കഴിഞ്ഞിട്ട് 19ാമത്തെ അടവുകൾ തെരഞ്ഞു നടക്കുകയാണ് നമ്മളെ എതിരാളികൾ. ഒരുപക്ഷെ ഒരു കമ്പനി പ്രതിസന്ധി വരുമ്പോൾ, അതിന്റെ വരുമാന നഷ്ടം വരുമ്പോൾ, അല്ലെങ്കിൽ കമ്പനി മാനേജ്മെന്റ് തന്നെ ആ കമ്പനി തകർക്കാൻ ശ്രമിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ചരിത്രം ഇപ്പോഴും സാക്ഷിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനിയിലെ മാനേജ്മെന്റ് ജനങ്ങളെ ഭീഷണിപ്പെടുത്താണ്, ആ കമ്പനിയിലെ നിക്ഷേപകരെ.
ഞാൻ നിന്നോട് നേരിട്ട് പൈസ വാങ്ങിനോ, നീ കമ്പനി അക്കൗണ്ടിലേക്ക് ഇട്ടത്, കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോ. പക്ഷെ അങ്ങനെയൊന്നും പറയാതെ ആ ജനങ്ങളെ കൂടെ പിന്നെ ആ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു മാനേജ്മെന്റിൽ അയറിച്ച് പ്രതീക്ഷയോടെ നമ്മൾ ഓരോ ദിവസം കാത്തു നിൽക്കുകയാണ്. നോട്ടീസ് ലോ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഈ ഓണം ആഘോഷിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും കേസും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചില ഡിലേകൾ വരാം. അതെല്ലാം നമ്മൾ വളരെ ആരോഗ്യകരമായ ചർച്ചയിലൂടെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരെയും പ്രശ്നം FIR ഇട്ട കാര്യങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് ബാരി സാറ്, സെക്രട്ടറി, മോളി മാഡം എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കമ്പനിയുടെ ഇപ്പോഴത്തെ അപ്ഡേഷൻ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. കൂടെ തന്നെ നമ്മളെ സൊസൈറ്റി അഡ്വക്കേറ്റ് ആയിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. എന്തായാലും മാനേജ്മെന്റ് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, കമ്പനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും നിൽക്കുന്നത്. അതിന്റെ ഞങ്ങൾക്ക് പില്ലറായി നിൽക്കുന്ന നമ്മളെ SCR ഭാരവാഹികളോട്, ഈ ഫാമിലി മെമ്പേഴ്സിനോട് ഹൃദയത്തിൽ തൊട്ട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഒന്നിച്ചു പോകുന്ന ഒരു മുന്നേറ്റമാണിത്. ഒരുപക്ഷെ ഇതൊരു ചരിത്രമായിരിക്കാം തിരിച്ചുവരവ്. ഇപ്പോ നിലവിൽ FIR-ന്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ബാരി സാർ നിങ്ങളോട് പറഞ്ഞു. ഈ 67 FIR-കളാണ് ഒരുപക്ഷെ നമ്മളെ ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളൂ. ആ കേസിന് ബാധകമായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത്. അതിന്റെ ശേഷം എത്ര വരും എന്ന ഒരു ആശങ്കയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ നിങ്ങളെ കൂടെയാണ് ഞങ്ങള്, ഒരു സംശയം വേണ്ട. ഓരോ നിമിഷവും നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ എന്ത് പ്രതിസന്ധിയിലും എന്ത് പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സൊസൈറ്റി രൂപീകരിച്ചത്. അത് പണം മാത്രമല്ല, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടുന്ന ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സൊസൈറ്റി തന്നെ ലെറ്ററുകൾ അയച്ചു ബാങ്കിലേക്ക്. ചില ബാങ്കുകളൊക്കെ സ്വീകരിച്ചു, ഏറ്റവും സ്വീകരിച്ചില്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം നമ്മളെ പ്രസിഡന്റിന് ബാരി സാറിന് വരെ ജപ്തി നോട്ടീസിന് എടുത്തു വന്ന ഒരു പേപ്പർ അവിടെ എത്തിയിട്ട് അവര് ഒരു സമയം അനുവദിച്ചു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത്ര കാര്യങ്ങൾ, അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചാരിറ്റി ചെയ്തു. ഇപ്പൊ ഓണ കിറ്റുകൾ കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൂടെ തന്നെ FIR ഇട്ട ആൾക്കാരായിട്ട് നമ്മളെ സൂരജ് സാറ്, സൊസൈറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ സൂരജ് സാറ്. അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാനാണ് എന്നെ വിളിച്ചെങ്കിലും സൂരജ് സാറ് കുറച്ചു നേരം നിങ്ങളോടൊന്ന് സംസാരിക്കും. കാരണം ആ പാവം രാവും പകലും അദ്ദേഹത്തിന്റെ ജോലി മാത്രം ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിന്റെ പിന്നാലെ ഓടുന്നത്. അദ്ദേഹത്തിന്റെ 2 വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കണം. അപ്പം ഇത്ര കാര്യങ്ങൾ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങൾ വേറെ ഒരു നെഗറ്റീവായിട്ട് കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മൾ എന്താണ് നമ്മളെ ഉദ്ദേശ ലക്ഷ്യം? മെമ്പർഷിപ്പ് കൂട്ടുക, അതുപോലെ തന്നെ നമ്മൾ മണ്ഡല കമ്മിറ്റിയിൽ രൂപീകരിച്ചുകൊണ്ട് താഴെ തട്ടിലേക്ക് എത്തുക എന്നതാണ്. അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ബിനീഷ് സാർ ഇന്നലെ DYSP ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലേ, ഒരിക്കലും ഒരു ജനങ്ങളെ കബളിപ്പിക്കപ്പെടുന്ന ഒരു കമ്പനി ഒരിക്കലും, ആ കമ്പനിയിലെ ആൾക്കാർക്ക് ഒരിക്കലും ഇതുപോലത്തെ ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഏത് കമ്പനിയും ജനങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ ആക്ഷൻ കമ്മിറ്റി എന്ന രീതിയിൽ, ആക്ഷൻ കൗൺസിൽ എന്ന രീതിയിലാണ് ഉണ്ടാവുക. നിങ്ങൾക്കറിയാലോ, അത് മാനേജ്മെന്റിനെതിരെ തിരിയാനുള്ള അതിന് ഒരു ആക്ഷൻ സമരമുറവുകൾ ആയിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാവുക. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ, ജനങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ നിൽക്കാൻ, കമ്പനി തിരിച്ചു വരുന്നവരെ കൂടെ നിൽക്കാൻ പ്രാപ്തരായ കുറച്ച് ആൾക്കാർ ഏറ്റെടുത്ത ഒരു സൊസൈറ്റിയാണ്. കൂടെ നിങ്ങളുമുണ്ട്. അപ്പം വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ഓരോ നിമിഷം മുന്നേറുന്നത്. അതിനെല്ലാ വിധ സപ്പോർട്ട് നിങ്ങൾ തരാം. കൂടെ തന്നെ മാനേജ്മെന്റുമായിട്ട് നമ്മൾ നിരന്തരം ഓരോ കാര്യങ്ങൾ അപ്ഡേഷനൊക്കെ ചോദിച്ചറിഞ്ഞുണ്ട്. അപ്പം അതിൽ നമ്മൾ പാനിക്കായി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നിലവിൽ 67 FIR-കൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കൂടുതൽ FIR ഇട്ടാണ്ട് ആ കമ്പനിയെ പ്രതിസന്ധിയിലാക്കല്ല, നമ്മൾ റിവൈവൽ ചെയ്യാൻ, നമ്മൾ കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. തിരിച്ചു കൊണ്ടുവരാന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട വരുമാനം, നമുക്ക് നഷ്ടപ്പെട്ട തൊഴിൽ വീണ്ടെടുക്കുക എന്നാണ്. അല്ലാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം മാത്രം തിരിച്ചു തരണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് വേണം. നമ്മളെ പണം നഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടത് നമ്മൾ ഓരോ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഈ കമ്പനി നമ്മൾക്ക് വേണം, ഇതെവിടെ തിരിച്ചു കൊണ്ടുവരണം, അതാണ് നമ്മളെ ലക്ഷ്യം. അറിയാലോ നിങ്ങൾക്ക്, ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എത്ര കമ്പനികൾ ഇവിടെ കൂണുപോലെ മുളിച്ചു പൊന്തി. പക്ഷെ ഈ കമ്പനിയുടെ അത്ര ജനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ എത്ര കമ്പനികളുണ്ട്.
അതുകൊണ്ടാണല്ലോ അവരൊക്കെ നമുക്കെതിരെ തിരിഞ്ഞത്. പക്ഷേ ഈ 2 കൊല്ലത്തിന് ശേഷം എത്ര കൂണ് പോലെ എത്ര കമ്പനികൾ മുളച്ചു വന്നു. അവരാരെങ്കിലും ഇന്ന് വരെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഹൃദയത്തിൽ തൊട്ട് നിങ്ങളോട് പറയുന്നത്, അയച്ചോടെ തിരിച്ചു വരണം. നമ്മളെ വരുമാനം തൊഴിൽ നമുക്ക് തിരിച്ചെടുത്തേ പറ്റൂ. അതിന് നമ്മൾ ആ കമ്പനിയുടെ കൂടെ നിൽക്കുക. അല്ലാതെ കമ്പനിക്ക് എഗേൻസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് അതിന് വിലങ്ങ് തടിയാവായിട്ട് ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ പാപം ഏറിയിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? അപ്പം നെഗറ്റീവുകാരെ പണിയെടുത്തോട്ടെ. വളരെ വ്യക്തമായിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. വളരെ ശാന്തതയോട് കൂടി നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടോ? യൂട്യൂബിൽ എന്തെങ്കിലും നമുക്കിത് വീഡിയോസ് ഇറങ്ങുന്നുണ്ടോ? ഇല്ല. അതെല്ലാം വളരെ വ്യക്തമായിട്ട് ശാന്തമായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തു. ഇനി ഫേസ്ബുക്കിൽ നമ്മളെ പേരിൽ ഫേസ്ബുക്കിൽ എന്തിനാണ് പാവങ്ങള് ജീവിച്ചു പോട്ടെ. കാരണം ചില കൂട്ടിക്കൊടപ്പ് മാത്രം പഠിച്ചു വന്ന ആൾക്കാരല്ല. അവരാ ജീവിതത്തിൽ അത് ചെയ്തോട്ടെ. ഒന്നുമില്ല. ആരും അവിടെ ലൈക്ക് അടിക്കാനോ ഷെയർ ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഒന്നുമില്ല. അവരവരെ പണിയെടുത്തോണ്ട്. പക്ഷെ അവർക്കും മക്കളെ പണി വരുന്നുണ്ട് പാലും വെള്ളത്തിൽ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. കാരണം വെച്ചാല് കമ്പനി ഇവിടെ തിരിച്ചു വരും. ജീവിതകാലം മുഴുവൻ പിന്നെ നിങ്ങൾ എന്തിനാ 8ന്റെ പണി വാങ്ങി ഇറന്ന് വാങ്ങി നടക്കുന്നത്? അപ്പൊ അവരോടും പറയാനുള്ളത് വളരെ മാന്യമായിട്ട് പിന്മാറുകയാണ് ഏറ്റവും നല്ലത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൊസൈറ്റിക്ക്, എൻ്റെ സൊസൈറ്റി ഫാമിലി മെമ്പേഴ്സിനോട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കൂടെ നിൽക്കുക. ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ജില്ലാ കമ്മിറ്റിയിലും പ്രസിഡന്റ്, സെക്രട്ടറി, കോർഡിനേറ്റർമാരുണ്ട്. അവരായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. അതിന് നിങ്ങളെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. ഞാൻ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യണം മുന്നേ എൻ്റെ പ്രിയപ്പെട്ട, ഞങ്ങളെ എല്ലാവരും പ്രിയപ്പെട്ട സൂരജ് പാലക്കാടിനെ ഞാൻ വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സൂരജ്, പ്ലീസ് വെൽക്കം. താങ്ക് യു അനീഷ് സാർ. സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിക്കണം എന്നൊരു വലിയ അല്ലായിരുന്നു. എന്തായാലും നമ്മുടെ HTRSന്റെ സ്റ്റേറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും നമ്മുടെ MCA ആയിട്ട് നിന്ന മോളി മാഡം, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ അനീഷ് സാർ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ പേർക്ക് ആശങ്കകൾ ഉണ്ടെന്ന് അറിയാം. എന്നാലും എനിക്കൊരു ഒറ്റ മിനിറ്റ്, 1-2 മിനിറ്റ് ഞാൻ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. നമ്മൾ കുറെ ഒരു അപരാധങ്ങൾ, അതായത് വേറൊന്നല്ല, പല നെഗറ്റീവ് ഗ്രൂപ്പിലായിട്ടും പല ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഇങ്ങനെ സെറ്റിൽമെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം കേട്ടല്ലോ എന്നുള്ള രീതിക്ക് വന്നത്. കഴിഞ്ഞ 11-ാം തീയതി, അതായത് ഈ മാസം 11-ാം തീയതി ഞാൻ ഈ വക്കീൽ ഓഫീസിൽ കുറച്ച് പേരുമായിട്ട് സെറ്റിൽമെന്റിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, കമ്പനി തിരിച്ചു വന്നിട്ട് നിങ്ങൾ ക്യാഷ് തരാം, അങ്ങനെയാണെങ്കിൽ എഗ്രിമെന്റ് ആണെങ്കിൽ നിങ്ങൾ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞു. ആ ഒപ്പിട്ട കുറച്ച് പേരുടെ പേപ്പർ കാര്യങ്ങൾ എല്ലാവരും റെക്കോർഡ് ആയിട്ടുണ്ട്. അല്ലാണ്ട് നമ്മളിപ്പോ കുറെ കാലമായിട്ട് നമ്മുടെ ഈ ഇപ്പൊ അനീഷ് സാറിന്റെ അല്ലെങ്കിൽ നമ്മുടെ അനീഷ് സാർ എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്ഡേഷൻ ഗ്രൂപ്പ്. അതായത് നമ്മുടെ കമ്പനി പല ലീഡർമാരും കൈയൊഴിഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് അപ്ഡേഷൻ കൊടുത്ത ഗ്രൂപ്പാണ് അപ്ഡേഷൻ 1, 2, 3 എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പില് അഡ്മിനായി നിൽക്കുന്ന അനീഷ് സാറും നമ്മുടെ ഷാജഹാൻ സാറും പായൽ സാറൊക്കെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനും അതിൽ അംഗമായിരുന്നു. അന്ന് മുതൽ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിൽ പറയാണ്, നമ്മുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. സൊസൈറ്റി ഗ്രൂപ്പിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ സൊസൈറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 11-ാം തീയതി പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, വക്കീല് ആ മുഖാന്തരം പറഞ്ഞത്, നമ്മൾ എന്തായാലും ക്യാഷ്, അതായത് ബാരി സാർ പറഞ്ഞല്ലോ, ക്യാഷ് അവിടെ വിളിച്ചാൽ എങ്ങനെ കൊടുക്കാൻ പറ്റും, അതുതന്നെയാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് പല പ്രചരണങ്ങളും നിങ്ങൾ എഫ്ഐആർ ഇടും, പൈസ കിട്ടുന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഞാൻ പല ഗ്രൂപ്പിനായിട്ട് അറിഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞു നിൽക്കുന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കോടതി അങ്ങനെ ഒരിക്കലും പരാമർശിച്ചിട്ടില്ല. നിങ്ങൾ മറ്റേ പുറത്തുനിന്ന് സെറ്റിൽമെന്റ് ഒരു എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്തായാലും 12-ാം തീയതി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. 12-ാം തീയതി കോടതി എങ്ങനെയാണോ തീരുമാനം പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്തായാലും സൊസൈറ്റി നമ്മൾ രൂപീകരിച്ച് അതിനാണല്ലോ. കാരണം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സൊസൈറ്റി ആകുമ്പോൾ, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകുമ്പോൾ അത് നമുക്ക് 12-ാം തീയതിക്ക് ശേഷം കോടതി എങ്ങനെ പറയുന്നത്, നമുക്ക് എതിരാണെങ്കിൽ നമുക്കത് ഫൈറ്റ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് സപ്പോർട്ട് ആണെങ്കിൽ നമ്മൾ പിന്നെ ഈ കേസ് കൊടുത്ത് വേണ്ടി നീട്ടിപ്പിക്കാനാണെങ്കിൽ ഓരോരുത്തരുടെ ഉചിതമായ കാര്യങ്ങളാണ്, അത് നമ്മൾ ആരും ഇടപെടാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിക്കുക. കാരണം ഈ 67 കേസിൽ പെട്ടിട്ടാണ് ഇത്രയും കാലം നീണ്ടു നിൽക്കാനുള്ള ഏറ്റവും റീസൺ അത് കോടതിന്റെ കൺസെപ്റ്റ്, അത് ഹൈക്കോടതിന്റെ കൺസെപ്റ്റ് അങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ടാണ് ഹൈക്കോടതി, അതായത് PP ഞങ്ങൾ 3 പ്രാവശ്യം ഇംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 3 പ്രാവശ്യം ഹൈക്കോടതി കയറാൻ പറ്റി. അപ്പോഴും തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് തന്നെയാണ് PP പറഞ്ഞുകൊണ്ടിരുന്നത്.
എന്നാലും പറഞ്ഞു ഞങ്ങൾ അല്ല എന്ന രീതിക്ക് ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷെ അതും ഞങ്ങൾ എന്താ ബാരി സാറിനെയൊക്കെ പറഞ്ഞു ഒന്നും അറിയാത്ത വ്യക്തിയാണ്, എന്തിനാ വെറുതെ അവിടെ പോയി ഇതാക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകളും കേട്ട് അതൊക്കെ അത് വിടുക, നമ്മൾ ആരും കുറ്റപ്പെടുത്താനല്ല. സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ്, നമുക്ക് എന്നോട് ഹൈക്കോടതി അവതരിപ്പിച്ചുകൂടാ, നമ്മുടെ തട്ടിപ്പല്ല നടത്തിയത്, നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ പുറത്ത് സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ എടുത്താൽ പോലും ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അന്നേരം 12-ാം തീയതി വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ എല്ലാവരും പറയാനുള്ളൂ. അതിന് മുന്നിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും കോടതി മുമ്പ് നിങ്ങളെ കേസ് വരില്ല. കാരണം 67 കേസ് മാത്രമേ കോടതി കണ്ണിൽ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും 12-ാം തീയതി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിന്റെ കൃത്യമായ അപ്ഡേഷൻസ് നമ്മുടെ സൊസൈറ്റി ഗ്രൂപ്പിലായിക്കോട്ടെ അപ്ഡേഷൻ ഗ്രൂപ്പിൽ തരാം എന്ന് പറയുന്നു. അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് അധികം ഇനി നിർദ്ദീപിക്കുന്നില്ല, നമ്മുടെ ഈ സൂം മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഇന്നത്തെ ഈ സൂം മീറ്റിംഗിൽ നമ്മളോട് കൃത്യമായ അജണ്ട പറഞ്ഞ് നമുക്ക് വിവരിച്ചു തന്ന നമ്മുടെ ബിനീഷ് സാറിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ നമ്മളോട് കൊച്ചുകുട്ടികളോട് എന്ന പോലെ വിശദമായി തന്നെ ഓരോ വാക്കും ഓരോ വിഷയങ്ങളും നമ്മുടെ മുന്നിലേക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്ന നമ്മുടെ ബാരി സാറിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അനീഷ് സാറിനും നമ്മുടെ സൂരജ് സാറിനും നമ്മുടെ ഈ സൂം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയ നമ്മുടെ രാജീവ് സാറിനും നമ്മുടെ ഷാജഹാൻ സാറിനും കൃത്യമായി തന്നെ നമ്മുടെ എല്ലാം അച്ചടക്കത്തോടു കൂടി ഈ സൂം കൺട്രോൾ ചെയ്തവർ അവരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ അവരോട് നന്ദി പറയുകയാണ്. എല്ലാറ്റിലും ഉപരിയായി നമ്മൾ ഒരു 2-3 മണിക്കൂറിന് മുന്നാണ് നമ്മൾ ഈ സൂമിന്റെ കാര്യം നമ്മൾ ഗ്രൂപ്പുകളിൽ ഇട്ടത്. ഇതിനെല്ലാം നിങ്ങൾ അതിൻ്റെതായ ഒരു വില കൊടുത്ത് ഈ സൂം അറ്റൻഡ് ചെയ്യുകയും എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനം എന്നും ഇപ്പോൾ എന്താണ് നമ്മുടെ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൃത്യമായി അറിയാൻ നമ്മോടൊപ്പം ചേർന്ന് വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മോട് ഒരുമിച്ച് സഹകരിച്ച് നിൽക്കുന്ന സ്റ്റേറ്റ് ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളോടും എല്ലാവരോടും നമ്മുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സൂം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.